وعلى آله وصحبه الفائزين برضا الله ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا إمام المتقين. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇപ്പോൾ ഏറ്റവും നന്നായി ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ് അനുരാഗം എന്നത്. സൗണ്ട് കുഴപ്പമില്ലല്ലോ, എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട. അനുരാഗം ഇപ്പോൾ നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു സമയത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കേരളം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാർത്ത ഏതാ കേരളത്തിൽ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. സിനിമയുമായി ബന്ധപ്പെട്ട വാതിലിൽ മുട്ടലും തൊട്ട് തലോടലും കരണ്ട് പോകുമ്പോൾ ഒളിച്ചുകളിയും ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മന്ത്രിമാർ മുതൽ MLA വരെ, അല്ലെങ്കിൽ ഒരു ബോർഡ് സ്ഥാനങ്ങൾ ഉള്ളവർ വരെ രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്നേഹം വെറും അധര വ്യായാമമായി മാറും. എൻ്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും പൊരുത്തപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. ഞങ്ങൾ മധ്യ കേരളമായതുകൊണ്ട് ഭാഷയ്ക്ക് കുറച്ച് കടുപ്പം കൂടും. വടക്കോട്ട് പോരുമ്പോൾ ഭാഷയ്ക്ക് കുറച്ച് കടുപ്പം കുറയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഒരാൾ മാത്രം ഉറക്കം തൂങ്ങിയുള്ളൂ, ബാക്കി ആരും ഉറക്കം തൂങ്ങിയില്ല. സാധാരണ ആ സമയത്തൊക്കെ ക്ലാസ് നടക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾ ക്ലാസ്സിൻ്റെ രസത്തിൽ ഉറങ്ങും. പക്ഷെ ഞാനിവിടെ നോക്കിയപ്പോൾ ആകാൻ ഒരേ ഒരാൾ മാത്രം എന്ത് ചെയ്തുള്ളൂ, ഉറക്കം തൂങ്ങിയിട്ടുള്ളൂ. അയാൾക്കറിയാം ആരാണെന്ന്, പിന്നെ ആളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്നേഹം അവിടെ ഇല്ല എന്നുള്ളത്. ഓരോരുത്തരുടെയും വികാരങ്ങൾ ശമിപ്പിക്കാൻ മാത്രമുള്ള ഒരു വേദി മാത്രമാണ് സിനിമ എന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ സ്നേഹത്തെ കുറിച്ചിട്ടല്ല, നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല വികാരമുള്ള അനുരാഗം. അപ്പം ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്താണോ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുമ്പോഴാണ് സ്നേഹം യഥാർത്ഥമാകുന്നത്. നമ്മളൊക്കെ ഭൂരിഭാഗം ആളുകൾ കല്യാണം കഴിച്ചവരാണ്, അല്ലേ? ആണ്. നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. ഉണ്ടോ ഇല്ലേ? ഇപ്പോൾ നമ്മളോട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് സംസാരിക്കരുത് നമ്മുടെ ഭാര്യ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല? സംസാരിക്കില്ല. ശരിയല്ലേ? ഇടയ്ക്കൊക്കെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് വിടും. അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. കാരണം മുഖം കാണിച്ചാൽ സാധനം തുറന്നു വരും. ഇപ്പം അങ്ങനെയാണല്ലോ, ഫേസ് ID ആണ്. ഹൈഡ് ചെയ്ത് വെക്കുന്നതൊക്കെ മുഖം കാണിച്ചാൽ തുറന്നു വരുന്നൊരു കാലമാണ്.
പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ഉമ്മ നമുക്കൊരു പേരിടും, പെൺകോന്തനെന്ന്, അല്ലെങ്കിൽ ഭാര്യയുടെ അടിയിൽ കിടക്കുന്നവനെന്ന്. ഉമ്മാൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ സ്നേഹം കാണിച്ച പെണ്ണ് പറയും, നിങ്ങൾക്ക് ഉമ്മ മതി, എന്നെ വേണ്ടാന്ന്. ഇത് രണ്ടിൻ്റെ ഇടയിലും പെട്ടുകിടക്കുന്ന ഒരാളാണ് ഭർത്താവ് എന്ന് പറയുന്നത്. കൂടുതലും അത് അനുഭവിക്കുന്ന ആരാന്നറിയോ? നാട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മയും മോളും വീട്ടിലുണ്ടാകും, അവർ വഴക്കാവും. അപ്പോൾ ഉമ്മ ഒരു ഭാഗത്തുനിന്ന് മരുമോളുടെ നല്ല ഭാഗം പറയും, മരുമോള് ഒരു ഭാഗത്തുനിന്ന് ഉമ്മാൻ്റെ നല്ല ഭാഗം പറയും. ഈ രണ്ട് നല്ല ഭാഗം കൂടി നെഗറ്റീവായി കേൾക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യനാണ്. നമ്മളൊരു സ്വസ്ഥതയ്ക്കും സമാധാനത്തിക്കും നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള ആ സ്നേഹക്കൂടുതലിനെ കുറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനല്ലേ? ഈ ഗൾഫിലൊക്കെ ഞങ്ങൾ ക്ലാസ്സുകൾക്ക് ചെല്ലുമ്പോഴേ കുറേ ഭർത്താക്കന്മാരവിടെ വിഷമങ്ങൾ പറയും. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒമാനിൽ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയപ്പോൾ ഒരു പയ്യൻ കുറേ വിഷമം പറഞ്ഞു. ഇപ്പം ഉണ്ട് അവനുണ്ട് നേരെ നാട്ടിലേക്ക് വന്നേക്കണ്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ വിളിച്ചേക്കണം, ഉസ്താദ് ഒന്ന് വായു ഒന്ന് തീർത്തരാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്, ഇവിടെ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ വിഷമങ്ങളാണ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, സൗണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ആമുഖം പറഞ്ഞതേ ഇപ്പോഴും ഉറക്കത്തിൻ്റെ സമയമാണ്. ഈ ക്ലാസ്സിനോ എന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന് ലോഹറിനോട് മുമ്പുള്ള സമയം, ഒന്ന് അസറിനോട് അടുത്തുള്ള സമയം നമ്മളറിയാതെ നമ്മുടെ കണ്ണെന്താവും, അടഞ്ഞു പോകും. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ശരിയല്ലേ? ഞാൻ ഈ തൃത്താല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പാലക്കാട് ജില്ലയിലാണ്. തൃത്താലത്തെ MP ആണ് മന്ത്രി രാജേഷ്. അപ്പം ഞാൻ അവിടുത്തെ ഒരു ക്ലാസ്സിന് പോയപ്പോഴേ ക്ലാസ്സൊക്കെ ഗംഭീരമായിട്ട് നടന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ ഒരു ഫോട്ടോ വിട്ടു തന്നു. വേറൊന്നല്ല, ഒരു 6 ജില്ലാ നേതാക്കൾ, പാലക്കാട് ജില്ല SOSൻ്റെ നേതാക്കൾ എൻ്റെ പുറകിലിരുന്നു. 6 ആളും മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഫോട്ടോ ആണ്. എന്നിട്ട് അവൻ അടിയിൽ എഴുതിയേക്കാണ്, ഉസ്താദ് ഗംഭീരമായി ക്ലാസ് എടുക്കുമ്പോൾ 6 നേതാക്കൾ കൂടി ഒരു ഹത്തം തീർക്കുകയായിരുന്നു പുറകിലെന്ന്, മൊബൈലിൽ നോക്കിയിട്ട്. അപ്പോൾ മൊബൈൽ കുറച്ചു നേരം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. എന്നാലെന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഷ കൊണ്ട് മനസ്സിലാവുള്ളൂ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിക്ക് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മദീന പള്ളിയിൽ വെച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, സ്വർഗത്തിൽ കടക്കാൻ 120 വഴികളുണ്ട്. 120 വഴികൾ സ്വർഗത്തിൽ കടക്കാനുണ്ട്. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ ജനലിൻ്റെ ഉള്ളിലൂടെ തലയിട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച്, 120 ഏതെങ്കിലും ഒന്ന് എനിക്കുണ്ടോന്ന്, ഒരെണ്ണം. അപ്പോൾ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ഉമ്മത്തിൽ 120 വഴികളിലൂടെയും കടന്ന ഒരേ ഒരാളുള്ളൂ, അതെൻ്റെ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അപ്പം 120 വഴികൾ നമുക്ക് സ്വർഗത്തിൽ പോകാനുണ്ടെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിന് ഇമാമിയങ്ങൾ ആ 120 വഴികൾ എണ്ണിയതിൽ ആദ്യം പറഞ്ഞ വഴി അള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക. എന്തൊക്കെ പടച്ചോൻ ചെയ്തു തന്നിട്ടുണ്ടല്ലേ നമുക്ക്. എല്ലാ ദിവസവും പടച്ചോൻ്റെ മുമ്പിൽ കാറ്റ് ചെല്ലും. കാറ്റ് പറയും, നീ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും നിന്റെ അടിമകൾ എത്രയോ വൃത്തികേടുകൾ, അധാർമികതകൾ, തിന്മകൾ, തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു കൊടുങ്കാറ്റായി പോയിട്ട് ഇവരൊക്കെ നശിപ്പിച്ച് കളയട്ടെ എന്ന്. മഴ ചെല്ലും, മഴ പറയും ഞാനൊരു പേമാരിയായിട്ട് പെയ്യട്ടെ എന്ന്. മിന്നൽ ചെന്നിട്ട് പറയും ഞാൻ വലിയൊരു മിന്നൽ പിളർപ്പായിട്ട് പോട്ടെ എന്ന്. കടൽ പറയും ഞാനൊരു സുനാമിയാകട്ടെ എന്ന്. അപ്പം ഈ കാറ്റിനോടും കടലിനോടും മഴയോടൊക്കെ നമ്മുടെ റബ്ബ് പറയും, അത് എൻ്റെ അടിമകളാണ്, നിങ്ങളടിമകളാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇതെൻ്റെ അടിമകളാണ്, എനിക്കിഷ്ടമാണ് അവരെ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു എന്ത് ചെയ്യും, ഇവരോട് പറയും.
എന്നിട്ട് അല്ല പറയാണ്, യബ്ന ആദം ഇന്നി ലമുഹിബ്ബുല്ലക്, ആദമിൻ്റെ മക്കളെ എനിക്ക് നിങ്ങളെ പെരുപെരുത്ത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റബ്ബ് പറയാണ് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇഷ്ടം കൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിക്കണത്. നമുക്ക് കണ്ണ് തന്ന്, ചെവി തന്ന്, കാല് തന്ന്, കൈ തന്ന്. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ 2 കണ്ണും കാണാൻ പറ്റാത്തൊരു മനുഷ്യന് ഒരു ഡോക്ടർ തൻ്റെ അനുഭവക്കുറിപ്പ് എഴുതിയതാണ്. മഗ്‌രിബിന് പള്ളിയിൽ വന്നു അയാൾ. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള തൊപ്പി നീട്ടി, ആളുകളൊക്കെ അതിൽ പൈസ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഡോക്ടർ പറയണം, എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ നോട്ട് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്. പള്ളിയിൽ നിന്ന് എല്ലാവരും പോയി. പക്ഷെ ഞാൻ പള്ളിയുടെ മൂലക്കലിരുന്നിട്ട് കുറച്ച് ദിക്റെല്ലാം ഇരുന്നപ്പോൾ ഈ മനുഷ്യൻ കിട്ടിയ കാശും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്, തൻ്റെ വടിയും കുത്തി പിടിച്ചിട്ട്. അപ്പോൾ ഒരാൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട്, പള്ളിയുടെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം ഒന്നല്ല, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് രാത്രി ഭക്ഷണമില്ല, ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ച് ആരും എനിക്കൊന്നും തന്നില്ല, രാത്രിക്കലത്തെ ഭക്ഷണം എനിക്ക് ആരെങ്കിലും മേടിച്ചു തരുമോ എന്ന് ഒരാളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ തൻ്റെ തൊപ്പിയിൽ കിട്ടിയ കാശും കൊണ്ട് വടിയും കുത്തിപ്പിടിച്ചിട്ട് ഈ ശബ്ദം കേട്ടവിടത്ത് ചെന്നിട്ട് അയാളെ കൈക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, ഇതിലെത്ര കാശുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് മൊത്തം നിങ്ങൾ എടുത്തോളാൻ. ഒരു കണ്ണാണാൻ പറ്റാത്ത മനുഷ്യനെ. ഞങ്ങളവിടെ നമ്മുടെ ഒരു പ്രവർത്തകൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മഴത്തുള്ളി കണ്ണിലടിച്ചിട്ട് 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. അപ്പോൾ അതിൻ്റെ ഭാര്യ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, ഒന്ന് ദുആ ചെയ്യണേ ആ കാഴ്ച ഒന്ന് തിരിച്ചിട്ടാൻ. അപ്പം ഞാൻ ചോദിച്ച്, 2-3 കൊല്ലമായല്ലോ പോയിട്ട്, ഇപ്പം എന്താണ് വിളിച്ചു പറയണേന്ന്. അപ്പം പറഞ്ഞ, ചെറിയ കുട്ടിയുണ്ട്, അടുക്കളയിൽ പണിക്ക് പോകുമ്പോൾ ആ കുട്ടീനെ താഴെ കെടുത്തിയിട്ടുണ്ടാവും, മൂപ്പർക്ക് കണ്ണാണില്ലല്ലോ, പലപ്പോഴും ആ കുട്ടീനെ ചവിട്ടാണെന്ന്. അപ്പം നമുക്ക് അള്ളാ കണ്ണെന്നില്ലേ അല്ലേ? ചെവി കേൾക്കാത്ത എത്ര മനുഷ്യരുണ്ട്, എത്രയോ നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴേ അങ്ങാടി ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അതിൻ്റെ മുകളിൽ സ്പീക്കർ വെച്ചിട്ട് 2 ആൾ നിന്ന് പാട്ട് പാടുന്നുണ്ടാവും, ഒരാൾ ബക്കറ്റായിട്ട് നടക്കുന്നുണ്ടാവും. 6 വയസ്സുള്ള കുട്ടിയുടെ കിഡ്നി പോയിട്ടുണ്ട്, സഹായിക്കണം എന്ന് പറയും. 5 വയസ്സുള്ള കുട്ടിക്ക് ട്യൂമറാണ്, സഹായിക്കണം എന്ന് പറയും. നമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലില്ലേ 4, 5, 6 വയസ്സുള്ള മക്കൾ വാപ്പാന്നും കൊച്ചാപ്പാന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരണേ ഇല്ലേ? പടച്ചോൻ അവരൊക്കെ കാത്തില്ല, ഒന്നും കൊടുക്കാതല്ലേ? അങ്ങനല്ലേ? നമ്മളൊന്ന് ആലോചിക്കുക. അപ്പം എത്ര സ്നേഹമാണ് പടച്ചോൻ നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലിൽ, ഒരു മുഅ്മിനിന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹിനെയാണ്. അള്ളാഹുവിനെ തന്നെയാണ് മുഅ്മിൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എങ്ങനെയാണ് അള്ളാഹിനെ സ്നേഹിക്കുക? അത് നമുക്കറിയണ്ടേ. അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? പടച്ചവനിലേക്ക് എങ്ങനെ നമ്മുടെ സ്നേഹം എത്തും? അതിന് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്. നബി അവർക്ക് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ ഫത്തബിഊനി, റസൂലുള്ളാഹിനെ പിൻപറ്റണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. അപ്പോൾ റസൂലിനെ സ്നേഹിച്ചാലേ അള്ളാഹുവിലേക്ക് സ്നേഹം എത്തുള്ളൂ. നേരിട്ട് അള്ളാഹിനെ സ്നേഹിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്ന് ഖുർആനിലാണ് പറഞ്ഞത്. അപ്പോൾ റസൂലിനെ സ്നേഹിക്കുന്ന അളവനുസരിച്ചിട്ടാണ് അള്ളാഹുവിലേക്ക് നമുക്ക് സ്നേഹത്തെ. ഒരു ചെറുപ്പക്കാരനായൊരു സ്വഹാബി, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മത്താ അക്കൂനു മുഅ്മിന, ഞാൻ എപ്പോഴാണ് ഒരു മുഅ്മിനാകാന്ന്? ഞാനൊരു നല്ല വിശ്വാസി, ഒരു ഈമാനുള്ള നല്ല വിശ്വാസിയായിട്ട് മാറുന്നത് എപ്പോഴാണ്? അപ്പോൾ പറഞ്ഞു, ഇദാ അഹ്ബബ്തല്ലാഹ്, നീ അള്ളാഹിനെ സ്നേഹിക്കുമ്പോഴാണെന്ന്. അപ്പോൾ വീണ്ടും ചോദിച്ചു, മത്താ ഉഹിബ്ബുല്ലാഹ്, ഞാൻ എങ്ങനെയാണ് അള്ളാഹിനെ സ്നേഹിക്കാന്ന്? അള്ളാഹിനെ സ്നേഹിക്കുമ്പോഴാണ് നീ മുഅ്മിനാകുക. അപ്പം എങ്ങനെയാണ് അള്ളാഹിനെ സ്നേഹിക്കാന്ന്? അപ്പോൾ പറഞ്ഞു, ഇദാ അഹ്ബബ്ത റസൂല, ആ അള്ളാഹിൻ്റെ റസൂലില്ലേ, ആ റസൂലിനെ നീ സ്നേഹിച്ചാൽ മതിയെന്ന്.
അപ്പൊ വീണ്ടും ആ സഹാബി ചോദിക്കുകയാണ്, വമത്ത ഒഹിബു റസൂലഹു, ഞാൻ എങ്ങനെയാണ് ആ റസൂലിനെ സ്നേഹിക്കാന്ന്. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഇദത്തബഅത ത്വരീഖതഹു, ആ റസൂലുള്ളാന്റെ ത്വരീഖിനെ, വഴിയെ, ആ റസൂലിൻ്റെ സമീപനങ്ങളെ, ആ റസൂലിൻ്റെ ചര്യയെ നീ പിൻപറ്റാന്ന്. അപ്പൊ റസൂലുള്ളാനെ പിൻപറ്റാൻ, അപ്പൊ നിനക്ക് റസൂലിനോട് സ്നേഹമാവും. റസൂലിനോട് സ്നേഹമാകുമ്പോൾ നിനക്ക് ആരോട് സ്നേഹമാകും? അള്ളാഹുവിനോട് സ്നേഹമാവും. പിന്നെ പറഞ്ഞു ഇദസ്തഅമൽത സുന്നത, ആ റസൂലുള്ളാന്റെ സുന്നത്തിനെ നീ ചെയ്യുക. നമുക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ട് ഉറങ്ങണത് വരെ നമുക്ക് സുന്നത്തുണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ആരെങ്കിലും ഇത് സുന്നത്താണെന്ന് കരുതിയിട്ട് ചെയ്യുന്നുണ്ടോ? ഏതൊരു അമല വേണമെങ്കിലും കൂലി കിട്ടണമെങ്കിൽ അതിന് നെയ്യത്ത് വേണ്ടേ? വേണ്ടേ? വേണം. നിങ്ങൾ എന്തൊരു ഉഷാറില്ലാത്തത്? വേണ്ടേ? ഹേമ കമ്മിറ്റിന്ന് ഇങ്ങോട്ട് പോരുട്ടോ, അവിടെ നിന്ന് പോകുന്നില്ലേ? അത് മതി. അപ്പോ ഏതൊരു സുന്നത്ത് നമുക്ക് കൂലി കിട്ടണമെങ്കിലും എന്തു വേണം? നെയ്യത്ത് വേണം. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പല്ല് തേക്കണ സമയത്ത് നെയ്യത്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ ചെരുപ്പിടുമ്പോൾ വലത്തെ ചെരുപ്പല്ലേ ഇടണ്ട ആദ്യം? നെയ്യത്ത് വെച്ചിട്ടുണ്ടോ? എൻ്റെ റസൂല് വലത്തെ കാലിടാൻ പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ വലത്തെ കാലിടുന്നത് അല്ലേ? എഴുന്നേറ്റ പല്ലേക്കാൻ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പല്ലേക്കണത്. നമ്മൾക്ക് ഈ തൊപ്പിട്ടേക്കണ എന്തിനാ? പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ എഴുന്നേക്കുന്നത് മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സുന്നത്തുകൾ, എഴുന്നേറ്റ ഉടനെ ഒരു ദിക്റ് അല്ലേ, പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പിട, തുടങ്ങി തലമറക്ക, ബ്രഷ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങി എത്ര സുന്നത്തുകളാണ് ഒരു നമ്മളറിയാതെ ഇങ്ങനെ കിട്ടാണ് അല്ലേ? ആണോ അല്ലേ? ആണ്. പിന്നെ പറഞ്ഞത് വഅഹ്ബത ബിഹുബ്ബിഹി, ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നതാകണം നിന്റെ ഇഷ്ടം. റസൂൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാകണം നിന്റെ ഇഷ്ടം. വഅബഅലത ബിബുളിഹി, റസൂൽ എന്താണോ ഇഷ്ടപ്പെടാത്തത്, ദേഷ്യമുള്ളത്, അതായിരിക്കണം നിന്റെ ദേഷ്യം. പിന്നെ 5ാമത് പറഞ്ഞത് നബി തങ്ങൾ എന്തിനെയാണോ ചേർത്ത് വെച്ചത് അതിനെ നീ ചേർത്ത് പിടിക്കണം. പിന്നെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ എന്തിലാണോ ശത്രുത വെച്ചത് അതിൽ നീ എന്ത് ചെയ്യണം? ശത്രുതയും വെക്കണം. അപ്പോഴാണ് റസൂലിനോടുള്ള മഹബത്ത്, സ്നേഹം ഉണ്ടാകുക. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് എന്തുണ്ടാകുക? സ്നേഹം ഉണ്ടാകുക. ഞാൻ പറഞ്ഞില്ലേ? അപ്പം അള്ളാഹുവിലേക്ക് നമുക്ക് എന്തുണ്ടാകും? സ്നേഹം ഉണ്ടാകും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈമാനിലുള്ള ഏറ്റ വ്യത്യാസം എന്നോടുള്ള മഹബത്ത് അനുസരിച്ചിട്ടാണ്. ഇത് പ്രത്യേകം നിങ്ങളൊന്ന് തലേക്കേറ്റണേ. ഈമാനിലുള്ള ഏറ്റ വ്യത്യാസം എന്നോടുള്ള മഹബത്ത് അനുസരിച്ചിട്ടാണ്. എന്നോടുള്ള വെറുപ്പിൻ്റെ കാഠിന്യം അനുസരിച്ച് അവൻ്റെ കുഫിരിയത്തിലും എന്ത് വരും? വ്യത്യാസം വരും. 2 വാക്ക്. ഒന്ന്, ഈമാനിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകുക റസൂലിനോടുള്ള മഹബത്ത് വെച്ചിട്ട്. 2ാമത്തത് കുഫിരിയത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകുക റസൂലിനോടുള്ള ദേഷ്യം, ഈർഷ്യം, വെറുപ്പ് ഇത് വെച്ചിട്ട്. അപ്പം ഇനി നമ്മൾ സുന്നത്ത് ജമാഅത്തിനൊരു ഭാഗത്ത് വെക്കുക, ബാക്കിയുള്ള എല്ലാവരും മറുഭാഗത്ത് വെക്കുക. എല്ലാവർക്കും ഒറ്റ വാദമുള്ളൂ, റസൂലുള്ള സാധാരണ മനുഷ്യനാണ്. റസൂലുള്ളാൻ്റെ വാപ്പയമ്മയും നരകത്തിലാണ്. നമ്മളെപ്പോലെ റസൂല് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ദിവസവും പറയുന്നത്. നമ്മളാണെങ്കിലോ നമ്മ പറയണ എന്താണ്? റസൂല് നമ്മളെപ്പോലുള്ള ആളൊന്നല്ല. ആണോ? അല്ല. നമ്മുടെ റസൂലുള്ള ഒരിക്കലും തെറ്റ് ചെയ്യൂല. മാത്രമല്ല അള്ളാൻ്റെ നൂറാണ്. അതൊരിക്കലും ഒരു വൃത്തിഹീനമായൊരു ഗർഭപാത്രത്തിലൂടെ വരൂല. അതുകൊണ്ട് ആ മുതുകും ആ ഗർഭപാത്രവും ആരാണോ വഹിച്ചത് അവർ പരിശുദ്ധരാണ്, സ്വർഗത്തിലാണ്. ആണോ അല്ലേ? അപ്പൊ ഇനി എവിടെയാണ് ഈമാനുള്ളതെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. എവിടെയാണ് നമുക്ക് ഈമാനുള്ളത്? ഇത് ഞാൻ പറഞ്ഞല്ല, റസൂലിൻ്റെ ഹദീസാണ്. എന്നിട്ട് പറയാണ് അലാ ലാ ഈമാൻ ലിമൻ ലാ മഹബ്ബത ല. 3 പ്രാവശ്യം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു. അറിയണം,
നബി തങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് ഈമാനില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് ഈമാനില്ല എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമില്ലാന്ന്. അതന്നെ അതിൻ്റെ അർത്ഥം, വേറൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടം വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കണം. എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ മഹബത്താണ്. ബാങ്ക് കൊടുക്കേണ്ടത്. കേൾക്കണില്ലല്ലോ. അപ്പൊ ഇനിയിപ്പൊ തന്നെ ഇത് കാണിച്ചത് ബാങ്ക് കൊടുക്കണ്ടെന്നാണോ ശബ്ദം കൂടലെന്നാണോ? കാണിച്ച ആളിനും മിണ്ടാതെ നിന്നിട്ട് തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പോഴാണ് അള്ളാഹുലേക്ക് സ്നേഹത്ത. ആ സ്നേഹിക്കൽ എങ്ങനെയാണ്? 6 വഴികളിലാണ് നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ രക്ഷപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ കാണാം, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വ അൻത ഫീഹിം. ഓ റസൂൽ, ഒരു ജനതയെ അള്ളാഹു ശിക്ഷിക്കൂല, ഒരിക്കലും ആ ജനതയെ അള്ളാഹു വിഷമിപ്പിക്കൂല. ഇതിൽ കുറെ കടുള്ളവരൊക്കെ ഇല്ലേ, ജോലിയിൽ പ്രതിസന്ധി ഉള്ളവരില്ലേ, കുടുംബത്തിൽ വിഷമങ്ങളുള്ളവരില്ലേ, ഇതൊന്നും പടച്ചോൻ തരൂലെന്ന്. ആ ആയത്ത് അങ്ങനെ തന്നെയാണ്. ഇതൊന്നും അള്ള തരൂല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യൂല? വിഷമിപ്പിക്കൂല. ചെറിയ സാധനമല്ല അള്ളാന്റെ റഹ്മത്ത്. ആണോ? അല്ലല്ലോ, വലിയൊരു സാധനമാണ്. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ 16 വയസ്സുള്ള സമയത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ നോമ്പിടിക്കുകയാണ്. 8 ദിവസം റാബി ഉമ്മക്ക് നോമ്പ് തുറക്കാൻ ഒന്നും കിട്ടിയില്ല. വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പുറക്കും. അത്താഴം അത് മാത്രം കുടിക്കും. രാത്രി മുഴുക്കൻ നിസ്കാരം, പകല് മുഴുക്കൻ നോമ്പ്. അങ്ങനെ റാബി ഉമ്മ റളിയല്ലാഹു അൻഹ 9ാമത്തെ ദിവസം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോൻ ഇത് എന്തൊരു പരീക്ഷണാണ്. ഇത്രേ ചോദിച്ചുള്ളൂ. അപ്പൊ അള്ളാഹു അന്ന് നോമ്പറക്കണ നേരായപ്പോൾ ഒരാൾ കുറച്ച് പാലും റൊട്ടിയും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ നോമ്പറക്കണ സമയത്ത് ചിന്തിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ റൊട്ടിയും പാലും കഴിക്കാമെന്ന്. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പൂച്ച റൊട്ടി മുഴുക്കൻ തിന്നേക്കാണ്. അപ്പൊ പൂച്ചനിങ്ങനെ ഓടിക്കണ ഓട്ടത്തിൽ പൂച്ച പോണ പോക്കിൽ പാലും തട്ടിക്കളഞ്ഞു. പാലുമില്ല, റൊട്ടിയുമില്ല. പക്ഷെ റാബിയമ്മ നിരാശ ഒന്നല്ല കേട്ടോ. ഉമ്മച്ചി നേരെ നിസ്കാര മുസല്ലേക്ക് നിന്ന് നിസ്കരിച്ചപ്പോൾ തളർന്നു വീണപ്പോൾ ഈ മച്ചിലിൽ ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് അതുമ്മൽ പിടിച്ചു നിന്ന് നിസ്കരിച്ചു റാബിയമ്മ. അവിടെ നിന്ന് വീഴാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം, അപ്പൊ സുജൂദിന്ന് എന്നെ നീ ഒന്ന് പൊക്കിയിട്ട് ഈ തൂണിൽ എൻ്റെ വയറുഭാഗം എന്ത് ചെയ്യണം? കെട്ടി നിർത്തണം. അങ്ങനെ കൂട്ടുകാരി ചെയ്തു. പക്ഷെ അവിടെ നിന്നും വീണു പോകാണ് റാബിയമ്മ. അവസാനം നിസ്കാര മുസല്ലയിൽ സുജൂദിൽ വീണ് കിടന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വന്നപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഈ നോമ്പിടിക്കണത്, ഞാൻ ഈ നിസ്കരിക്കണത് എനിക്ക് സ്വർഗം കിട്ടാനല്ല, സ്വർഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ കൊണ്ടുപോയി നരകത്തിലിട്ടോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും നീ നരകത്തിലിട്ടോ. എനിക്ക് സ്വർഗവും നരകവും ഒന്നല്ല പ്രശ്നം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നൊന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് നിന്നെ കാണാൻ വേണ്ടി. നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചോനെ എനിക്ക് ഒന്ന് കാണിച്ചു തരണം എന്ന്. കൂട്ടുപ്രാർത്ഥനയുടെ കാര്യമല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒറ്റക്കൊക്കെ ദുആ ചെയ്യാറില്ലേ? ഏറ്റവും നല്ല ടൈം എപ്പോഴാണെന്നറിയാം? സുബഹിക്ക് മുമ്പ് വേറെ ആരുമില്ല. അത് എവിടെ വെച്ചിട്ടാണെന്നറിയാം പ്രാർത്ഥിക്കേണ്ടത്? എവിടെ വെച്ചിട്ടാ? സുബഹിക്കുമ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാ പ്രാർത്ഥിക്കേണ്ടത്? ഏറ്റവും നല്ല സമയമാണ് സുബഹി. പടച്ചവനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അവനോട് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാന്നുള്ളത്. അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് സുജൂദിൽ കിടക്കാന്നുള്ളത്.
അപ്പൊ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് മലയാളത്തിൽ നാവുകൊണ്ട് പറയരുത്. അല്ലാഹുമ്മക്കലി ഹാജാത്തീന്ന് നമ്മ നാവുകൊണ്ട് പറയാ. പക്ഷെ നമ്മുടെ ഹാജത്തൊക്കെ എവിടെ കൊണ്ടുവരാ? മനസ്സിൽ കൊണ്ടുവരാ. മനസ്സിലായ ആയില്ലേ? അതായത് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ മുഴുക്കയും മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ സുബഹിക്ക് മുന്നേ, ആ നിസ്കാരത്തിനൊരു പേരുണ്ട്, തഹജ്ജുദ് എന്നാണ് അല്ലേ, അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പറയാ. 100ക്ക് 100 പടച്ചോൻ ഉത്തരം തരും. ഒരു ദിവസമൊക്കെ അള്ള പരീക്ഷിക്കും, 2ാമത്തെ ദിവസം പടച്ചോൻ പരീക്ഷിക്കും. ഒരു 2-3-4 ദിവസമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ എന്ത് ചെയ്യില്ല? നോക്കാതിരിക്കൂല. നമുക്കും കൂടി യോജിച്ചത് അള്ള തരും കേട്ടോ. ഒരു 50 കിലോ പൊക്കാൻ പറ്റണവനക്ക് 100 കിലോ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ? അവിടെ കിടന്നിട്ട് എന്നെ കോടീശ്വരനാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ ചിലപ്പോൾ കോടീശ്വരനാക്കിയാൽ അത്രയും കാശ് കണ്ടിട്ട് പ്രാന്തനായി പോയാലോ? അപ്പൊ അതിനേക്കാൾ വലിയ പ്രശ്നമാവൂലേ? അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റുന്നതേ പടച്ചവൻ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് തരുള്ളൂ. അതൊരു സ്നേഹമാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോയത്? അപ്പോൾ മഹബത്തിന്റെ വഴികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മുറുക്കെ പിടിക്കണം. റസൂൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല? ഒരു വിഷമവും നിങ്ങൾക്ക് തരൂല. വ അന്ത ഫീഹിം, റസൂൽ അവരിലുണ്ടെങ്കിൽ. ഇപ്പൊ റസൂൽ എങ്ങനെ നമ്മളിൽ ഉണ്ടാകും? 1, റസൂലിന്റെ ചര്യ നമ്മൾ പിടിക്കുമ്പോൾ. 2, നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ, ബുർദ ചെല്ലുമ്പോൾ, മൗലിദ് ഓതുമ്പോൾ, റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, അപ്പോഴൊക്കെ റസൂല് നമ്മളിലുണ്ട് അല്ലേ? അപ്പൊ അള്ള ഒരിക്കലും എന്ത് ചെയ്യില്ല? ആ കൽബിൽ റസൂൽ ഉണ്ടെങ്കിൽ ആയ ശരീരത്തിന് അള്ള എന്ത് ചെയ്യൂല? വിഷമിപ്പിക്കൂലെന്ന്. തെളിവ് വേണോ വേണ്ടേ? ഒരു 3 എണ്ണം പറയാം. 1, ഒരു പാവപ്പെട്ട മനുഷ്യൻ ബാഗ്ദാദില്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, എപ്പോഴും സലാത്ത് ചൊല്ലും, എല്ലാ സുന്നത്തും ചെയ്യും. പക്ഷെ ആ മനുഷ്യനെ തൊട്ടപ്പുറത്തുള്ള ഒരു ജൂതനായ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്, അയൽവാസിയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വില കൂടിയ ഒരു രത്നം കൊണ്ടുവന്നിട്ട് ഇയാളെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ഞാനൊരു യാത്ര പോകാണ്, തിരിച്ചു വരുമ്പോൾ എനിക്ക് തന്നാൽ മതിയെന്ന്. ഇയാളെ ലക്ഷ്യം ഈ രത്നത്തെ വീണ്ടും അവിടെ നിന്ന് കട്ടെടുത്തിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുമ്പോൾ ഇയാളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്ത് കിട്ടരുത്. അപ്പം എല്ലാവരും ഇയാളെ കള്ളനെന്ന് വിളിക്കണം. അപ്പൊ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവൻ കള്ളനെന്ന് വിളിക്കണം. അപ്പൊ നമ്മളൊക്കെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാകുമ്പോൾ കള്ളത്തരങ്ങൾ എന്ത് ചെയ്യരുത്. ചെയ്താൽ നമുക്കല്ല വേദന. ആർക്കാണ് വേദന? റസൂലുള്ളാഹ്ക്കല്ലേ അല്ലേ? നമ്മുടെ റസൂൽ കരയില്ലേ നമ്മൾ ഓരോ പ്രവർത്തനം കണ്ടിട്ട്? അപ്പൊ ഇങ്ങനെ ഇയാൾ കൊണ്ടുപോയി കൊടുത്ത് പോയി. അങ്ങനെ ഈ മുസ്ലിമായ മുഅ്മിനായ റസൂലിനെ ഹുബ്ബ് വയ്ക്കുന്ന ആ ആഷിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയും കൂട്ടിയിട്ട് പുറത്തു പോയ തക്കത്തിന് ഇയാൾ വീട്ടിൽ വന്നിട്ട് ഈ രത്നക്കല്ലെടുത്തിട്ട് ഒരു വഞ്ചിയിൽ കയറിയിട്ട് കൊണ്ടുപോയിട്ട് പുഴയിൽ വലിച്ചെറിഞ്ഞു. പുഴയുടെ നടുവിൽ വലിച്ചെറിഞ്ഞ് ഇനി ഒരിക്കലും ആ കല്ലെന്ത് ചെയ്യില്ല? തിരിച്ചിട്ടൂല. അങ്ങനെ ഇയാൾ അറിയിച്ച്, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അയൽവാസിയല്ലേ, യാത്ര കഴിഞ്ഞു വരല്ലേ, ഭക്ഷണമൊക്കെ തയ്യാറാക്കി. അതൊരു പാടാണ് നമുക്ക്. നമ്മുടെ അയൽക്കാർ ആരെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? നമുക്കാണ്. അത് ഏത് മതക്കാരനാണെങ്കിലും, ഏത് മതക്കാരനും. ഇനി അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാണ്, ഒറ്റക്കൊള്ളൂ, അവനക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ റസൂലുള്ള നിങ്ങളെ മുഖം തിരിക്കും, ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളയും, ഉറപ്പാണ്. കാരണം റസൂലിന് അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇയാൾ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വീട്ടിൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇയാൾ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. ആ ഗ്ലാസ് വെള്ളം ഏറ്റവും നല്ലത് സാധാരണ ഈ പച്ചവെള്ളമാണ്. പച്ചവെള്ളം എന്നല്ല ഇവിടെ പറയാം,
ഒന്നും കലക്കാത്ത വെള്ളമാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ കൊടുക്കേണ്ടത് ഉസ്താദ്? ആദ്യം കൊടുക്കേണ്ടത്. അതിൻ്റെ പുറകെ ജ്യൂസോ ചായ എന്ത് വേണമെങ്കിലും തന്നോട്ടോ. ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ പച്ചവെള്ളം മാത്രം തന്ന് വിടരുത്. പണ്ടൊരു ഉസ്താദ് ഇങ്ങനെ ചരക്ക റസൂലിന് ഇഷ്ടമാണ് സുന്നത്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്താദിന് എല്ലാ വീട്ടിൽ നിന്നും ചരക്കായി. അവസാനം ഉസ്താദ് എന്ത് ചെയ്ത് ജോലി രാജിവെച്ച് വേറെ മഹലിൽ പോയി. പിന്നെ അവിടെ ചെന്നിട്ട് ചരക്കയുടെ ഗുണം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇയാൾ വന്ന് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് ഭക്ഷണം ഭാര്യ പാചകം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ രത്നം ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഭക്ഷണം തയ്യാറാക്കേണ്ടത് കഴിച്ചിട്ട് തരാമെന്ന്. ഇയാൾ വാശി പിടിച്ച് എനിക്കിപ്പോൾ വേണമെന്ന്. കാരണം എന്താണ്? രക്തം ഇല്ലയെന്ന് ഇയാൾക്കറിയാം. അങ്ങനെ ഇയാൾ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് രക്തം നോക്കുമ്പോൾ രക്തം കാണുന്നില്ല. ഇയാൾ കരഞ്ഞു, സലാത്ത് ചൊല്ലി പൊട്ടി കരഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു എന്തേന്ന്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രക്തം കാണുന്നില്ല, ഇപ്പം എല്ലാവരും എന്നെ കള്ളനെന്ന് വിളിക്കൂലേ, ഞാൻ റസൂലിന് സലാത്തിലുള്ള ആളല്ലേ, എന്നെക്കാളും എൻ്റെ ഹബീബിനെയല്ലേ ആളുകൾ പറയാമെന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ റസൂലുള്ള കൈവിടില്ല. ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സലാത്ത് ചെല്ലുമ്പോൾ ഭാര്യ ഒരു വലിയ മീനെടുത്തിട്ട് വയറിങ്ങോട്ട് മുറിച്ചപ്പണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം വരുന്നു. എടുത്തിട്ട് ചോദിച്ചു ഇതാണോന്ന്. അപ്പോൾ പറഞ്ഞു ഇത് തന്നെയാണ്. അയാൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ രത്നം മത്സ്യം വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിന് ഇയാൾ ചന്തയിൽ പോയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവരാണ്. ഒരിക്കലും അല്ല നമ്മൾ എന്ത് ചെയ്യൂല, കൈവിടൂലാന്ന് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. നിങ്ങൾ സലാത്ത് എന്ത് വിഷമം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ചെല്ലിക്കും. ഇജാസത്ത് തരുന്നല്ലോ, അത് തരാൻ ഞാൻ അർഹനൊന്നുമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ചൊല്ലും. നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ദർശെടുക്കുമ്പോൾ എപ്പം പറയും, നിങ്ങൾ ഒരു ഷെയ്ഖന്മാരെ നോക്കിയിട്ട് പോണ്ട, നിങ്ങൾ സലാത്ത് ചൊല്ലി റസൂലിനെ പിടിച്ചോളാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുതില്ലല്ലോ. ഇനി രണ്ടാമത്തത്, ഒരു പാവപ്പെട്ട മനുഷ്യൻ വിറക് വെട്ടുകാരനാ, എപ്പോഴും സലാത്തില്ലും. ഇത് കേട്ടിട്ട് നേരത്തെ പറഞ്ഞ ടീമിന് എന്നെ വല്ലാത്ത വിഷമായി. ഒരു 30 ആളുകൾ കൂടിയിട്ട് ഈ മനുഷ്യൻ്റെ നാവറുത്ത് കളയാൻ തീരുമാനിച്ചു. അങ്ങനെ വിറകിട്ടും തലയിൽ വെച്ച് സലാത്ത് ചൊല്ലി വരുമ്പോൾ 30 ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് ഇയാളോട് പറഞ്ഞ് ഇനി സലാത്ത് ഇല്ലരുത്. അപ്പോഴും ഇയാൾ ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ എന്ത് പറഞ്ഞാലും സലാത്തില്ലാണ്. ഈ മനുഷ്യനെ താഴെക്കെടുത്തിട്ട് നാവങ്ങോട്ട് വലിച്ചിട്ട് ആ നാവങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. രക്തം ഇങ്ങനെ ഒഴുകാണ് വായുന്നത്. പക്ഷെ അയാൾ കരയുന്നു. എന്തിനാണെന്നറിയോ? എനിക്കിനി എൻ്റെ റസൂലിൻ്റെ സലാത്ത് നാവുകൊണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. പൊട്ടി കരയുമ്പോണ്ട് പെട്ടെന്നൊരു പ്രകാശം വരുന്നു. ആ പ്രകാശം ഒരു മനുഷ്യനായി. എന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയണേന്ന്? നാവില്ലല്ലോ, മിണ്ടാൻ പറ്റില്ലല്ലോ. ആ കൈ അങ്ങോട്ട് ചൂണ്ടിയപ്പോഴത്തേ നാവങ്ങോട്ട് പറന്നു വന്നിട്ട് നാവുമിരുന്നപ്പോഴ് ആദ്യം പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് എന്നാണ്. എന്നിട്ട് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാനാണ് മോൻ സലാത്തിലിയ റസൂല്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹ് എന്ത് ചെയ്യൂല, കൈവിടില്ല. അപ്പോൾ ഒന്ന് കളവ് പോയത് കിട്ടാണ്, മറ്റൊന്ന് നാവ് പോയപ്പോൾ തിരിച്ചിട്ടാണ്. അതായത് എന്ത് രോഗം വന്നാലും മാറിക്കിട്ടും, എന്ത് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാകും. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പാവപ്പെട്ട സഹാബിയാണ്. ഖന്തക്ക് ഇങ്ങനെ കുഴിക്കുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ മുന്നിൽ 2 കല്ല് വെച്ച് കെട്ടിയത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ജാബിർ തങ്ങൾ അവിടെ നിന്ന് നേരോടി തൻ്റെ വീട്ടിലേക്ക്. ചെറിയൊരു കൂരയാണ്, 2 മക്കളുണ്ട്, 2ഉം 4ഉം വയസ്സുള്ള മക്കൾ. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പെണ്ണെ, അള്ളാൻ്റെ റസൂലിന് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഖന്തക്ക് കിടങ്ങ് കുഴിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം നമ്മുടെ വീട്ടിൽ കൊടുക്കാനുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു, ജാബിറെ, ദിവസങ്ങളായിട്ട് നമ്മുടെ മക്കൾ പോലും പട്ടിണിയാണ്, ഒന്നും നമ്മുടെ വീട്ടിലില്ല. ഒരു ചെറിയ ആട്ടുംകുട്ടിയുണ്ട്, കുറച്ച് ഗോതമ്പ് മാവുണ്ട്. റസൂലിനെ മാത്രം നമുക്ക് വിളിക്കാം, റസൂല് വരുമെന്നൊന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ജാബിർ തങ്ങൾ ഓടി വന്നിട്ട് ചോദിച്ചു, നബി, എൻ്റെ വീട്ടിൽ ചെറിയൊരു ആട്ടുംകുട്ടിയും കുറച്ച് മാവുണ്ട്, എൻ്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് വരുമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ച് ഓടി വന്ന് വീട്ടിലങ്ങോട്ട് പറയുമ്പോൾ ആ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ട് റസൂൽ ഞങ്ങളുടെ ഈ ചെറിയ വീട്ടിലേക്ക് വരികയാണ്. കാരണം സഹാബത്തിൻ്റെ ചരിത്രത്തിൽ
എല്ലാ സ്വഹാബികളും റസൂലിനോട് സംസാരിച്ചതൊന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. അത് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഞാൻ സംസാരിച്ചാൽ അതൊരു അദബ് കേടായി മാറുമോ എന്നുള്ള അങ്ങനെ ഉണ്ട്. നമ്മൾ ചില വലിയ ഉസ്താദന്മാർ വരുമ്പോൾ നമ്മൾ മാറിക്കോലോ, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു അദബ് കേട് കിട്ടുമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ. കാരണം പല സഹാബാക്കളും കല്യാണം കഴിക്കണ തന്നെ റസൂൽ എന്ത് ചെയ്യണില്ല, അറിയണില്ല, ഹദീസുകളിൽ കാണാം. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വരുന്നത് ആരാണ്? റഹ്മത്തുൽ ആലമീനാണ്. അത് ചെറിയ വീട്ടിലേക്കാണ്. അപ്പോൾ പറഞ്ഞു, ജാബിറെ ആടിനറുത്തിട്ട് നിങ്ങൾ കറി വെക്കി, ചപ്പാത്തി ഞാൻ ചൂടാന്ന്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനറുക്കാണ്. ഈ രണ്ട് മക്കൾ കാണാണ്. ഭാര്യ വീടിൻ്റെ ഉള്ളിൽ ചപ്പാത്തി ചൂടാണ്. അറുത്ത് ഇത് കഷ്ണങ്ങളാക്കുന്ന സമയത്ത് ഈ രണ്ട് മക്കളും കൂടി ഉള്ളിക്ക് വന്നിട്ട് ചെറിയ കുട്ടീനോട് വലിയ കുട്ടി പറഞ്ഞു, വാപ്പച്ച ആടിനറുത്തത് കണ്ടോ, അതുപോലെ നമുക്ക് അറുത്തിട്ട് കളിക്കാന്ന്. സമ്മതിച്ച് ചെറിയ കുഞ്ഞിനെ കിടത്തി. മൂത്ത കുട്ടി കഴുത്തങ്ങോട്ട് അറുത്ത് രക്തം വന്ന് പെട്ടഞ്ഞ് മരിച്ചു ആ കുട്ടി. ഇത് കണ്ട് പേടിച്ചിട്ട് ഈ കത്തിയും പിടിച്ചിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഓടിയപ്പോൾ പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ് വീട്. കാല് തെന്നിയിട്ട് പാറയിൽ തലയടിച്ചിട്ട് തലച്ചോറ് പുറത്തേക്ക് വന്നിട്ട് മൂത്ത കുട്ടി മരിച്ച്. ഇവരിതൊന്നും അറിയാതെ റസൂല് വരുന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പം ഈ ഭാര്യ എന്തോ ഒന്നെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കാണുന്നത്, സുബ്ഹാനല്ലാഹ്, തൻ്റെ നെഞ്ചകത്തിൽ കിടന്നുറങ്ങുന്ന കാലിൻ്റെ അടിയിലെ ചുവപ്പ് പോലും മാറാത്ത തൻ്റെ അമ്മിഞ്ഞ കുടിക്കണ ആ പൊന്നുമോന് കഴുത്തറുത്ത് കിടക്കണതാണ്. പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ ആ ബീവി വായങ്ങട് പൊത്തി, സ്വന്തം പൊത്തിയിട്ട് സ്വന്തം പറയാണ്, ഞാൻ കരയാൻ പാടില്ല. കരഞ്ഞാൽ ജാബിർ അറിയും, ജാബിർ അറിഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പം എൻ്റെ വീട്ടിലേക്ക് റസൂലുള്ള വരല് മുടങ്ങും. ഇതുവരെ റസൂലിനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം റസൂലുള്ള വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം, ആ കുട്ടിയുടെ മയ്യത്തങ്ങട് എടുത്തിട്ട് ഒരു ഉമ്മയാണ് കേട്ടോ, നെഞ്ചകത്തിൽ കിടത്തണ ഉമ്മ. ആ മയ്യത്തങ്ങട് എടുത്തിട്ട് മൂലക്കൽ അങ്ങോട്ട് വെച്ചിട്ട് ഒരു വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ട് രക്തമൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നതോ, തൻ്റെ മൂത്ത മോന് തലച്ചോറ് പുറത്തേക്ക് വന്ന് കിടക്കണതാണ്. കരഞ്ഞില്ല. എൻ്റെ റസൂലുള്ള വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഞാനിത് ആരോടും പറയില്ല. ആ മോനെ എടുത്തുകൊണ്ടന്ന് കിടത്തി ഈ തുണിയുടെ അടിയിൽ. അങ്ങനെ വിളിച്ചോദിച്ചു, ജാബിറെ എന്താ ഈ കറിയായോന്ന്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ കറിയൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, ചപ്പാത്തി ആയിട്ടുണ്ട്, റസൂലുള്ളാനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് എല്ലാ സങ്കടം അടക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞ്, ജാബിർ വരുമ്പോൾ റസൂലിനെയും 1-2 സഹാബികളെയും വിളിച്ചോ, കൂടുതലാരും വിളിക്കരുത് കേട്ടോ എന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു ചെന്ന് വിളിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, സഹാബാക്കൾ എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. ഭാര്യ ഇത് കണ്ടപ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പണിയാണ് ഈ കാണിച്ചത്? ഇത്ര ആൾക്കാർക്ക് നമ്മ എവിടെ ഭക്ഷണം കൊടുക്കുന്നു? അപ്പോൾ റസൂലുള്ള പറഞ്ഞ് ഭാര്യനോട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊള്ളാൻ. റസൂലുള്ള കറിയിലേക്ക് ഒരു ഊത്തും അങ്ങോട്ട് ഊതി. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും ബാക്കിയാണ്. അങ്ങനെ എല്ലാ സഹാബാക്കളും പോയി. അവസാനം റസൂല് മാത്രമാണ്. റസൂലിന് സുപ്പർ വിരിച്ച് പാത്രം വെച്ച് ഭക്ഷണം വിളമ്പി. റസൂൽ അതിൻ്റെ മുന്നിൽ വന്നിരുന്ന്. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ജാബിറിന് 2 മക്കളുണ്ട്, അവരെ കൂടല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജാബിറെ, നിനക്ക് 2 മക്കളില്ല, അവരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പെണ്ണിനോട്, പെണ്ണെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പെണ്ണ് സങ്കടമുണ്ട്, പറഞ്ഞ് മക്കൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വിചാരിച്ച് കളിക്കാൻ പോയേക്കാണെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അവർ കളിക്കാൻ പോയേക്കാണ്, അവരില്ല, നബി കഴിച്ചോളാൻ. അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ കഴിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല ജാബിർ, ഞാൻ കഴിക്കണമെങ്കിൽ മക്കൾ വേണമെന്ന്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭാര്യനോട് ചോദിച്ചു, അവരെവിടെയാണ് പോയത്, ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാന്ന്. റസൂൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ മക്കൾ വേണമെന്ന്. ആ ഭാര്യ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചിട്ട് വിങ്ങി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിന്നെ ചീത്തൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ കരയണത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ തുണിയങ്ങ് മാറ്റിയപ്പോൾ 2 മക്കൾ കിടക്കാണ്. ജാബിർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വായ പൊത്തിയിട്ട് പറഞ്ഞു, ജാബിറെ കരയരുത്, നമ്മൾ പാവങ്ങളാണ്. ഇതുവരെ നമ്മുടെ റസൂലിന് ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എല്ലാവരും ഒരേ സമ്മാനം കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ്. അതുകൊണ്ട് റസൂല് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പറയാം, എങ്ങനെയെങ്കിലും ഈ ഭക്ഷണം ഒന്ന് എൻ്റെ ജാബിർ കഴിപ്പിക്കണമെന്ന്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, മക്കൾ വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്തേക്ക് പോയേക്കാണ്, കഴിക്കണമെന്ന്.
കണ്ണീരൊക്കെ തുടച്ചിട്ടൊരു വാപ്പച്ചും ഉമ്മച്ചാണ് കേട്ടോ. റസൂലിനോടുള്ള ഹുബ്ബാണ്. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ മക്കൾ ഈ വീടിൻ്റെ ഉള്ളിലുണ്ട്, രണ്ടുപേരും മരിച്ചു കിടക്കാണ്, രണ്ടുപേരും മരിച്ചു കിടക്കാണ്. അന്ത ഹബീബുള്ള, അങ്ങ് അള്ളാൻ്റെ ഹബീബാണ്. ഇത് പറഞ്ഞപ്പോൾ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ജനാസക്കരികെ ചെന്ന് ഈ രണ്ട് മക്കളെടുത്ത് എന്നിട്ട് പറഞ്ഞു, മക്കളെ, അന മുഹമ്മദ് റസൂലുള്ള, ഞാൻ മുഹമ്മദ് നബിയാണ്. നിങ്ങളുടെ വാപ്പച്ചിയും ഉമ്മച്ചും എന്നെ വിരുന്ന് വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ രണ്ട് കൊച്ചുമക്കൾ എൻ്റെ കൂടെ വേണം. മാത്രല്ല, അന ഹബീബുള്ള, ഞാൻ അള്ളാൻ്റെ ഹബീബാണ്. എന്ത് ചോദിച്ചാൽ അള്ള തരും. കൂമ, എഴുന്നേറ്റ് വായോന്ന്. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് മക്കളും കൂടെ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ഏറ്റവും കുഞ്ഞോന് 2 വയസ്സാരൻ ചോദിച്ചു, നബിയെ, എനിക്കൊരു ചെറിയ ആട്ടുംകുട്ടിയുണ്ട്, അതിനെനിക്ക് തിരിച്ചു തരുമെന്ന്. അപ്പോൾ ആ എല്ലും കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി തടവിയപ്പോഴേ ആട്ടുംകുട്ടി തിരിച്ചു വരികയാണ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. റസൂൽ നിങ്ങളിലുണ്ടെങ്കിൽ, റസൂലുള്ള നിങ്ങളിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ജീവിതം റസൂലിൻ്റെ തിരുസുന്നത്താക്കി മാറ്റാൻ പടച്ചവനെ, പാവങ്ങളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ വാപ്പച്ചി ഉമ്മച്ചിമാർക്ക് എല്ലാവർക്കും നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അപ്പോൾ ഒരിക്കലും അല്ലാ നമ്മൾ എന്ത് ചെയ്യൂല, പരാജയപ്പെടുത്തില്ല. ആ സ്നേഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ എത്ര വേദന സഹിച്ചിട്ടുണ്ടല്ലേ. ഈ അബൂശൂബ് പർവ്വത നിരകളിൽ ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ സമ്പന്നയാണ്. ആ ഉമ്മച്ചിയുടെ നെഞ്ചും പുറവും ഉള്ളിക്ക് വന്നിട്ട് എഴുന്നേറ്റിക്കാൻ പറ്റണില്ല, ഭക്ഷണം ഇല്ലാതെ വീണ് പോകാണ്. എപ്പോഴെങ്കിലും ബിലാൽ തങ്ങൾ ആരും കാണാതെ കക്ഷത്തിൽ ഭക്ഷണം വെച്ചുകൊണ്ടിരും. അത് റസൂല് ഭാര്യക്കും മക്കൾക്കും കൊടുക്കും. എന്നിട്ട് അവർ കഴിക്കണം നോക്കിയിരിക്കും. അപ്പോഴും റസൂലുള്ള പച്ചയിലയും പച്ചവെള്ളവും കുടിച്ചിട്ടാണ് കഴിയണത്. അങ്ങനെ റസൂല് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഉമ്മച്ച അവിടെ കിടക്കും, നിൽക്കാൻ പറ്റാണ്ട്. റസൂൽ ഉള്ളപ്പോൾ ഭയങ്കര ഉഷാറൊക്കെ കാണിക്കും, റസൂലിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അഭിനയിക്കും. അങ്ങനെ പോകുമ്പോൾ ഫാത്തിമുമ്മയും ഉമ്മു കുൽസും ഉമ്മയും റളിയല്ലാഹു അൻഹുമ 2 പേരും ഉമ്മച്ചയുടെ കാലും കൈയൊക്കെ തടവി കൊടുക്കും. അങ്ങനെ റസൂല് ഒരു ദിവസം തിരിച്ചു വന്ന് ഒച്ച കേട്ടപ്പോഴത്തേനും ഉമ്മച്ചി ചാടി എഴുന്നേറ്റ് അഭിനയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ റസൂൽ എന്നിട്ടൊരു കല്ലിൻ്റെ, നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന പോലെ ഒരു കല്ലിൻ്റെ മുകളിലിരുന്ന് ഖദീജ വന്നിട്ട് താഴെ ഇരുന്നപ്പോൾ പറഞ്ഞു, ഖദീജു, നിന്റെ മണിമാളിക നിന്നെ കാത്ത് മക്കയിലിരിപ്പുണ്ട്. ഈ പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് ഈ കാണുന്ന പാറയുടെ പുറത്ത് കിടക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. എൻ്റെ ഖദീജ തിരിച്ചു പോയിക്കോളാൻ. അപ്പം ഉമ്മച്ചി 2 തൊടകളിലും 2 കൈകളിങ്ങനെ കുത്തിയിട്ട് 2 കൈപ്പത്തി കൊണ്ട് റസൂലിൻ്റെ കവിളിങ്ങനെ പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു, നബിയെ, ഖദീജാനെ കുറിച്ച് അങ്ങനെയാണോ കരുതിയേക്കണത്? എൻ്റെ റസൂലുള്ള കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കുടിക്കാനാണ് ഖദീജ വന്നത്. എൻ്റെ റസൂല് തിന്ന ഇലയുണ്ടല്ലോ, ആ ഇല തിന്നാൻ വേണ്ടിയിട്ടാ ഖദീജ വന്നത്. എൻ്റെ റസൂലുള്ള ഈ പാറപ്പുറത്ത് കിടക്കുമ്പോൾ ഖദീജ പട്ടുമത്തേ കിടക്കോ? പറ്റൂല നബിയെ, ഈ നെഞ്ചിൽ തലചാഴ്ച കിടക്കാനാണ് ഖുവൈലിദിൻ്റെ മകൾ ഖദീജ വന്നതെന്നും. ആ ഉമ്മച്ചി എത്ര വേദന സഹിച്ചെന്നറിയോ. ഒരു ദിവസം ഫാത്തിമുമ്മക്ക് നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. കുറച്ച് മാവ് കിട്ടിയിട്ട് റൊട്ടി ഉണ്ടാക്കിയപ്പോൾ 4 എണ്ണം കിട്ടിയിട്ട് ഒന്ന് അലിയാർ തങ്ങൾക്ക്, ഒന്ന് ഹസൻ തങ്ങൾക്ക്, മറ്റൊന്ന് ഹുസൈൻ തങ്ങൾക്ക്, ഒന്ന് ഫാത്തിമുമ്മ കിട്ടി. 2 കഷ്ണാക്കിയിട്ട് വായേക്ക് വെക്കുമ്പോഴാണ് ഉപ്പാൻ ഓർമ്മ വന്നത്. തനാവിലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് വാപ്പച്ചിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് വാപ്പച്ചിയുടെ കൈക്ക് കൊടുക്കാണ്. ആ ദൂരെന്ന് കണ്ടപ്പോൾ വാപ്പ വന്നിട്ട് കരളിനെ ചേർത്ത് പിടിച്ച് വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് ചെന്ന് എന്തേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മാവിട്ടി 4 എണ്ണം കിട്ടി, എനിക്ക് കിട്ടിയത് ഞാനിങ്ങനെ ചീളി വായേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ വാപ്പച്ചനെ എനിക്ക് ഓർമ്മ വന്ന് അത് കൈ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ മേടിച്ച് തിന്നിട്ട് പറയാണ്, മോളെ, ദിവസങ്ങളായിട്ട് 3 ദിവസത്തിന് ശേഷം വാപ്പാൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ്. ആരോടും റസൂൽ പരാതി പറഞ്ഞില്ല കേട്ടോ, ഒരാളോടും പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി. വഫാത്തിൻ്റെ തലേ ദിവസം ഒരു സ്വഹാബി പള്ളിയിലേക്ക് പോകുമ്പോൾ ആയിഷുമ്മയുടെ വീട്ടിൽ വിളക്ക് കത്തണില്ല. അപ്പം ഈ സഹാബി വിളിച്ചു പറഞ്ഞു, ഉമ്മാ വിളക്ക് കത്തിക്കാൻ.
മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട്. തിരിച്ച് ഇശാ കഴിഞ്ഞ് പോരുമ്പോഴും റസൂലിൻ്റെ വീട്ടിൽ വിളക്കില്ല. ജിബിരിൽ അലൈഹിസ്സലാമും അസ്രായിലൊക്കെ വരാൻ നിൽക്കാണ്. അപ്പം ഈ സഹാബി വിളിച്ച് പറഞ്ഞു, ഉമ്മ വിളക്ക് കത്തിച്ചിട്ടില്ല, ഇരുട്ടാന്ന്. അപ്പം ആയിഷുമ്മ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയാണ്, വിളക്ക് കത്തിക്കാൻ ജെയ്ത്തണ്ണുണ്ടാകുമായിരുന്നെങ്കിൽ ഞാനും എൻ്റെ റസൂലും അത് കുടിച്ചിട്ട് വിശപ്പ് മാറ്റുമായിരുന്നു. ഞാൻ എൻ്റെ റസൂലും അത് കുടിച്ചിട്ട് വിശപ്പ് മാറ്റുമായിരുന്നു. ആ സമയത്ത് തൻ്റെ പടയങ്കി കൊണ്ടുപോയിട്ട് പണയം വെച്ചേക്കാണ് അള്ളാൻ്റെ റസൂല്. വയ്യാതെ കിടക്കുന്ന റസൂൽ ഒരു ദിവസം ഫളല് തങ്ങളുടെയും അലിയാര് തങ്ങളുടെയും തോളിൽ കൈ വെച്ചിട്ട് വരികയാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ. അപ്പം സിദ്ദീഖ് തങ്ങളോട് ഇമാമക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അബൂ കുഹാഫക്ക് അങ്ങനെ ഒരു മോനില്ല അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ കയറി നിസ്കരിക്കാൻ. റസൂലുള്ള കയറി നിന്ന് നിസ്കരിക്കുന്നതിന് മുന്നേ ചോദിച്ചു, സഹാബ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ? എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന്. ആരൊന്നും മിണ്ടിയില്ല. നിസ്കാരം റസൂൽ ഇമാമ് നിസ്കരിച്ച് വീണ്ടും ചോദിച്ച് എന്തെങ്കിലും തരാനുണ്ടോന്ന്. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് 3 ദിർഹം തരാനുണ്ട്. എപ്പോഴാന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു, ഒരു യാചകം വന്നപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തന്നതാന്ന്, അതെനിക്ക് വേണം റസൂലേന്ന്. 3 ദിർഹാണ്. റസൂലുള്ള തൻ്റെ അരയുടുപ്പിൽ ഒന്ന് തപ്പി, ഒന്നുമില്ല കയ്യിൽ. ചുറ്റുഭാഗം ഇങ്ങനെ നോക്കിയിട്ട് തൻ്റെ അനുജനാണ് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മോനെ ഫളലെ ഇക്കാക്കാൻ്റെ കടം മോൻ വീട്ടോന്ന് ചോദിച്ചു. അതായിരുന്നു നമ്മുടെ റസൂലുള്ള. പക്ഷെ റസൂലുള്ളാക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, ഓ നബി അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് ശേഷം അള്ള തരുന്നു പറഞ്ഞപ്പോൾ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാണ്, എനിക്ക് തൃപ്തി വരണമെങ്കിൽ, എനിക്ക് സന്തോഷം വരണമെങ്കിൽ എൻ്റെ ഉമ്മത്തികൾ മുഴുക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന്. എന്നിട്ട് പറയാണ്, ഉമ്മത്തികളെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാ പ്രവാചകന്മാർക്കും അള്ള ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഈ പട്ടിണി കിടക്കുമ്പോൾ പോലും ചെയ്തിട്ടില്ല. ഞാൻ ആ ദുആ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ആഖിറത്തിലേക്ക് മാറ്റിവെച്ചേക്കാണ്. നോക്കിക്കേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫാത്തിമുമ്മാടെ മാറിൽ നിന്ന് രക്തത്തുള്ളി വന്നപ്പോൾ പോലും റസൂല് ആ പ്രാർത്ഥന എടുത്തില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ആഖിറത്തിൽ മാറ്റിവെച്ചേക്കാന്ന്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആഖിറത്തിൽ. നാളെ സിറാത്ത് ഇങ്ങനെ എല്ലാവരും വിട്ടങ്ങോട്ട് കടക്കുമ്പോൾ അള്ളാന്റെ റസൂല് മാത്രം അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ആരും തിരിഞ്ഞിക്കണില്ലല്ലോ നബി, നബി മാത്രം എന്താ തിരിയണേന്ന്. അപ്പൊ പറയും ജിബ്രീൽ, എൻ്റെ ഉമ്മത്തുകളിൽ ആരെങ്കിലും ഇതിൽ പെട്ടുപോകണുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത്രയും ആഖിറത്തിലും മഹ്ശറയിലും എല്ലായിടത്തും നമുക്ക് രക്ഷയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ റൂഹ് പിടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഫാത്തിമ മോള് തൊട്ടടുത്ത് നിന്ന് കരയാണ്. ആയിഷുമ്മ മടിയിൽ റസൂല് തലവെച്ച് കിടക്കാണ്, എല്ലാവരും കരയാണ്. അപ്പം അവിടെ നിന്നിട്ട് സഹാബത്ത് എല്ലാവരും പുറത്ത് ഹബീബിൻ്റെ വിശേഷം അന്വേഷിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ, ഇപ്പം എൻ്റെ റൂഹിനെ പിടിച്ചാൽ എൻ്റെ ഉമ്മത്തുകൾക്ക് ആരാണ് ഉണ്ടാകാന്ന്? ഇപ്പം എൻ്റെ റൂഹിനെ പിടിച്ചാൽ എൻ്റെ ഉമ്മത്തിന് ആരാണ് ഉണ്ടാകുക? അവർ പാവങ്ങളാണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞു, ഞാനൽ ഖലീഫത്തു അലാ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. റസൂലിൻ്റെ കണ്ണ് നിറഞ്ഞ് മുഖക്കെ വിവർണായിട്ട് ചോദിക്കുകയാണ്. സ്വന്തം മോള് കരയുമ്പോഴും ഭാര്യ കരയുമ്പോഴും അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, എൻ്റെ ഉമ്മത്തിന് ആരാണുള്ളത് ഞാൻ പോയാലെന്ന്. അപ്പം അനൽ ഖലീഫത്തു അലാ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അസ്രായിലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എൻ്റെ ജിബ്രീൽ എൻ്റെ ഉമ്മത്തിനുണ്ടെങ്കിൽ അല്ലാഹുമ്മ റഫീഖൽ അഅല, പിടിച്ചോ എൻ്റെ റൂഹിനേന്ന്. എൻ്റെ ഫാത്തിമ മോൾക്കോ, എൻ്റെ പ്രിയപ്പെട്ട കന്യകയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷക്കോ ആരുണ്ടെന്നല്ല ചോദിച്ചത്, ഉമ്മത്തിനാരുണ്ടെന്നാണ് ചോദിച്ചത്. അത്രയ്ക്കും നമ്മളിഷ്ടമാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ബദറിൽ പോകാൻ നിൽക്കുകയാണ്. ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ,
അങ്ങയുടെ മോൾ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ റുഖിയ ബീവി രോഗിയായി കിടക്കാണ്, വാപ്പച്ചിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കലശായ വേദനയിൽ കിടന്ന് പെടയാണെന്ന്. അപ്പം നേരെ പോയി വാപ്പാനെ കണ്ടപ്പോൾ മോക്ക് സന്തോഷമായി. കൈപ്പത്തി എടുത്തിട്ട് വാപ്പാൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് മോളിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പച്ചി പോകരുത്, ഞാനിപ്പം മരിക്കും. എൻ്റെ വാപ്പ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ മലക്കുകൾ സ്വർഗത്തിൽ കൊണ്ടുപോകും, എൻ്റെ വാപ്പ എൻ്റെ കൂടെ നിൽക്കണം. ഒരു മോളെ മരണാഗ്രഹമാണ് അല്ലേ? നമ്മുടെ ഉമ്മ രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ പറയാണ്, മോനെ എവിടെയും പോകരുത്, ഉമ്മയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം നമ്മൾ നിൽക്കൂലേ നമ്മൾ? ഒരു മോള് ഇങ്ങനെ പറയുമ്പോൾ ആ കൈയെടുത്തിട്ട് ഉസ്മാൻ തങ്ങളെ കൈ കൊടുത്തിട്ട് പറയണം, ഉസ്മാനെ ബദറിപ്പോകാൻ എൻ്റെ സഹാബത്ത് മുഴുക്കൻ നിൽക്കാണ്, അവർക്ക് ഭക്ഷണമില്ല, യാത്രക്കൊന്നുമില്ല, എൻ്റെ പാവപ്പെട്ട സഹാബത്താണ്, നോമ്പ് പിടിച്ച് നിൽക്കാണ്, അവർക്കാകാനുള്ളത് ഞാനാണ്, എൻ്റെ മോളെ നീ നോക്കിക്കോളെന്ന് പറഞ്ഞ് ബദറിപ്പോകാണ്. ബദറങ്ങ് കഴിഞ്ഞ് റസൂല് തിരിച്ച് സന്തോഷത്തോടെ മദീനത്ത് വരുമ്പോൾ ഒരു പിക്കാസ് കയ്യിൽ പിടിച്ചിട്ട് ജന്നത്തുൽ ബഖീയിൽ നിന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. ഒരു വാപ്പയാണ്. ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഉസ്മാൻ എന്താന്ന്? മോള് മരിച്ചു, മോളെ മയ്യത്ത് മറമാടിയിട്ട് ഞാൻ വരികയാണ് നബിയേന്ന്. ഇതങ്ങ് കേട്ടപ്പെടുത്തിനും നെറ്റിത്തടം ഉസ്മാൻ തങ്ങളുടെ തോളിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് പൊട്ടി കരഞ്ഞു. നമ്മുടെ റസൂലുള്ളേ സ്വന്തം മോളൊരാഗ്രഹം പറഞ്ഞിട്ട് ആ ആഗ്രഹത്തെക്കാൾ വലുതെൻ്റെ ഉമ്മത്താന്ന് പറഞ്ഞിട്ട് മരണസമയത്ത് കൂടെ നിൽക്കാതെ ആ മോളെ മാറ്റി നിർത്തിയിട്ട് ഉമ്മത്തിൻ്റെ കൂടെ പോകാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, ഈ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ചര്യയെ നമ്മൾ പിൻപറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ട കൂട്ടുകാരെ? നിങ്ങളൊന്ന് പറയും. ഈ റസൂലുള്ളാഹിനെ നമുക്ക് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ നമ്മൾ രക്ഷപ്പെടും? കാട്ടിക്കൂട്ടലല്ല സ്നേഹം. ആൾക്കാരെ കാണിക്കേണ്ട നിങ്ങളൊന്നും, ജനങ്ങളുള്ളവിടത്ത് നിങ്ങളൊന്നും ചെയ്യണ്ട. ഒറ്റയ്ക്ക് ഞാനും എൻ്റെ റസൂലും കാമുകനാണ്. ഞങ്ങളുടെ ഈ പ്രണയമുണ്ടല്ലോ വേറെ ആരും കാണരുത്. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, എൻ്റെ 3 ഇഷ്ടങ്ങളിലൊന്ന് അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, മുന്നിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അന്നദുറിലേക്ക് യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കിയിരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ പറഞ്ഞു ഇൻഫാഖു മാലി, 2 അർത്ഥം വെച്ചിട്ടുണ്ട് ഇമാമിങ്ങൾ. ഒന്ന് എൻ്റെ സമ്പത്ത് ചെലവ് ചെയ്യാന്ന്, വേറൊരർത്ഥം വെച്ചത് ഇൻഫാഖു മാ ലി, എനിക്ക് എന്തൊക്കെ റബ്ബ് തന്നിട്ടുണ്ടോ അതൊക്കെ എൻ്റെ റസൂലിന് വേണ്ടി ചെലവഴിക്കാന്ന്. അതായത് എനിക്ക് അല്ല തന്നതാണ് എൻ്റെ ആയിഷ മോളെ, അതുവരെ എൻ്റെ റസൂലിന് ഞാൻ എന്താണ് കൊടുക്കാണ്. നമ്മൾ എന്തെങ്കിലും റസൂലിന് കൊടുത്തിട്ടുണ്ടോ? നമ്മളിട്ടോ, നിങ്ങളെന്നല്ല നമ്മൾ. എൻ്റെ ഉത്തരമില്ല എന്നാണ്. നമ്മളൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടൽ സ്നേഹമാണ് നമ്മുടെ മുന്നിൽ, എന്തൊക്കെ കാട്ടിക്കൂട്ടൽ സ്നേഹമാണ് കാണിക്കുന്നത്. ആരാരുമില്ലാതെ നമ്മുടെ റസൂലിന് ഒരു 100 സലാത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. ഒരു ചിന്തയില്ല, മൊബൈലില്ല, ഒന്നുമില്ല, മുന്നിൽ ഒന്നുമില്ല, ഭാര്യയില്ല, മക്കളില്ല, വാപ്പില്ല, ഉമ്മച്ചില്ല, ആരുമില്ല. ഭൗതികമായ ഒരു ചിന്ത മനസ്സിലില്ല. ഒറ്റ ചിന്തയുള്ളൂ, എനിക്ക് എൻ്റെ റസൂലിനെ കാണണം. ആ നെയ്യത്തിൽ ഒരു ദിവസം ഒരു 100 സലാത്ത് നമുക്ക് ചെല്ലാൻ പറ്റുമോ? നമ്മളൊരു നല്ലൊരു കോൺഫറൻസിലല്ലേ ഇരിക്കുന്നത് അല്ലേ? പറ്റുമോ? നമുക്ക് പറ്റുമോ? അതെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടണ്ടേ? പോകുമ്പോഴും ഒന്നുമില്ലാതെ നമ്മൾ കുറേ കഥകളും ചരിത്രങ്ങളും കുറേ ഇതും കേട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ അതിനൊരു അർത്ഥമില്ലല്ലോ എൻ്റെ കൂട്ടുകാരെ. ഒന്നും ഉണ്ടാകരുത് കേട്ടോ. സലാത്ത് ഇപ്പോൾ വേണമെങ്കിൽ എപ്പോഴും ചെല്ലാം, പക്ഷെ അതൊന്നുമില്ല. നമ്മളൊരു 10 മിനിറ്റ് മതി, ഒരു 100 സലാത്ത് അതൊക്കെ മതി, 10-15 മിനിറ്റ് മതി. ആ 15 ഒരു മാസം നമ്മൾ ചെല്ലിയാൽ അരമണിക്കൂറാകും, നദ്യാകാണ്ടാകും, കൽബങ്ങട് പോകും, ഉറപ്പാണ്. കൽബ് നമ്മളത് പോയിരിക്കും അവിടത്തേക്ക് പോയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ പിടിച്ചാൽ നമ്മൾ ഏപ്പിസ്താദിന്റെ വിജയം എന്താണ്? ശത്രു എന്തും പറഞ്ഞോട്ടെ, എന്താണ്? സലാത്താണ്. ഉള്ളാള് തങ്ങളുപ്പാപ്പയുടെ വിജയം എന്താണ്? സലാത്താണ്. എവിടെ അവര് മൈക്കെടുത്താലും സലാത്ത് ചെല്ലണമെന്ന് പറയാത്തൊരു പ്രസംഗം നമ്മൾ കേട്ടിട്ടില്ല. ഇല്ലല്ലോ. നമ്മുടെ എല്ലാ നേതാക്കളുടെയും
നമ്മുടെ പൊസോട്ട് തങ്ങളുപ്പാപ്പ വഫാത്തിൻ്റെ നേരത്ത് ഭാര്യനെയും, ഒരു മോനല്ലേ ഉള്ളൂ ഷഹീർ ബുഖാരി തങ്ങൾ, അതിനെയും അതിൻ്റെ ഭാര്യ, അത് മരുമോളൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകാണ്. ഒന്ന് ഓർക്കണം കേട്ടോ, നമ്മുടെ ഒരു നേതാവാണിത്, അതിൻ്റെ അനുയായികളാണ് നമ്മൾ. അള്ളാഹിൻ്റെ റസൂൽ ഒരു നേതാവിനെയും അനുയായികയും പരിചയപ്പെടുത്തിയത്, നേതാവ് അനുയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനുയായികൾ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് റസൂൽ പറയാണ്, ഈ നേതാവ് നാളെ സ്വർഗത്തിൽ ചെല്ലും, അപ്പം അനുയായികളെ കാണൂല. കാണാതെ വരുമ്പോൾ ഈ നേതാവ് ചോദിക്കും, എൻ്റെ അനുയായികൾ എവിടെയെന്ന്. അപ്പോൾ പറയും, കുറേ എണ്ണം നരകത്തിലുണ്ടെന്ന്. അപ്പം ഈ നേതാവ് പറയും, എന്നെ കൂടി നരകത്തിൽ കൊണ്ടുപോയിക്കോളാൻ, അവരെൻ്റെ കൂടെ വന്നവരാണ്, എന്നെ കൂടി കൊണ്ടുപോയിക്കോളാൻ. അപ്പം മലക്കുകൾ പറയും, സ്വർഗത്തിൽ വന്നില്ല, ഇനി പോകാൻ പറ്റൂല എന്ന്. അപ്പം പറയും, ഇല്ല, എന്നെ നരകത്തിൽ കൊണ്ടുപോയിക്കോളാൻ. പക്ഷെ അപ്പം അല്ല പറയും, എല്ലാവരും സ്വർഗത്തിക്കാക്കി കൊടുക്കാൻ. അങ്ങനെ പറയാൻ നെഞ്ചുറപ്പോടെ നമുക്ക് പറയാൻ നമുക്കാരുണ്ട്? താജുലുലമയുണ്ട്, ഇല്ലേ? നമ്മുടെ എ പി ഉസ്താദില്ലേ, നമ്മുടെ ഈ സുലൈമാൻ ഉസ്താദില്ലേ, ഈ കെ അസം മുസ്ലിയാരില്ലേ, പൊസൂട്ട് തങ്ങളുപ്പാപ്പ വിളിച്ച് പറയാണ് ഭാര്യയോടും മക്കളോടും, ഞാൻ പോകാണ്, ഖബറിൽ എന്നെ കൊണ്ടുപോയി വെച്ചാൽ വെല്ലിപ്പ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെല്ലിപ്പ വരും. അപ്പം നിങ്ങൾ എൻ്റെ വലത് ചെവിയിൽ സലാത്തും സലാമും ചൊല്ലിത്തന്നാൽ ഞാനത് വെല്ലിപ്പാനെ കാണുമ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? മടപ്പിക്കാം. അവർ ചെല്ലാണ്. അങ്ങനെ ഷഹീർ ബുഖാരി തങ്ങൾ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി. അയ്യാമുത്ത ശരിക്കിൻ്റെ ദിവസം മസറിൻ്റെ നേരത്ത് അള്ളാന്ന് ഉറക്ക വിളിക്കുകയാണ്. ഡോക്ടർമാരും അവിടെ കൂടിയ ആൾക്കാരൊക്കെ വന്നു നോക്കി. അള്ളാന്ന് ഉറക്ക വിളിച്ചിട്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞ ആളാണ് നമ്മുടെ പൊസോട്ടങ്ങൾ. SSF നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ വിജയമുണ്ടോ? ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവരാണ് കയ്പമംഗലം അബ്ദുൽ കരീം ഹാജി, CM വലിയുള്ള, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, പോരട്ടങ്കട ഔലിയാക്കള്, എണ്ണിയാലൊടുങ്ങാത്ത ഓച്ചിറുപ്പാപ്പ, ഉമൈനല്ലൂരുപ്പാപ്പ, വെളിയത്ത് നാടുപ്പാപ്പ, കുണ്ടൂർ ഉസ്താദ്, പാനൂര് മൂസുസ്താദ്, ഇവരൊക്കെ ഔലിയാക്കളല്ലേ? നമ്മൾ കേട്ടല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ജീവിച്ച ഔലിയാക്കളല്ലേ? ഇവരൊക്കെ എ പി ഉസ്താദിനെ സ്നേഹിച്ചവരും ഈ പ്രസ്ഥാനത്തിന് അർഷിന്റെ തണലുണ്ടെന്നൊക്കെ പറഞ്ഞവരാണ്. ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷ എന്താണെന്നറിയോ? മരിക്കണ വരെ ഈ ചരടിലിങ്ങനെ നേതാവാകണം എന്നൊന്നില്ല, ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടെങ്കിലും തൂങ്ങി ഇങ്ങനെ നിൽക്കണം. എന്തിനാണെന്നറിയോ? അവിടെ ചെന്നിട്ട് ഇവര്, നമ്മളൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാലോ, നമ്മുടെ ജീവിതം നമുക്കറിയാലോ, ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നൊറ്റ പ്രതീക്ഷ ഉള്ളൂ. ആ ഒരൊറ്റ പ്രതീക്ഷ ഉള്ളൂ മുന്നിൽ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ചിന്തയും കടന്നു വരും. സലാത്തെല്ലാം ഇരുന്നാൽ അപ്പം വരും മൊബൈലിൽ 10 കോള്, എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലേ? നമ്മുടെയൊക്കെ പ്രതീക്ഷ അതാണ്. അവരുണ്ട് നമ്മളെ. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കളെ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മളെ നേതാക്കൾ ഇഷ്ടപ്പെട്ടാലേ ഷാഫി ഇമാമിന് ഇഷ്ടപ്പെടലാണ്, ഷാഫി ഇമാമിന് ഇഷ്ടപ്പെട്ടാലേ സഹാബത്തിന് ഇഷ്ടപ്പെടലാണ്, സഹാബത്തിന് ഇഷ്ടപ്പെട്ടാലേ മുത്തു റസൂലിന് ഇഷ്ടപ്പെടലാണ്, മുത്തു റസൂലിന് ഇഷ്ടപ്പെട്ടാലേ അള്ളാഹിന് ഇഷ്ടപ്പെടലാണ്. എവിടേക്കാണ് കണ്ണി പോയേ നോക്ക്. നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് കണ്ണി, ഷാഫി ഇമാമിലേക്ക് എത്തണ കണ്ണി. വെറുതൊന്നല്ല, ഈ അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവരിങ്ങോട്ട് തരും ആ കണ്ണി ഇങ്ങോട്ട് എഴുതിയിട്ട് ഹബീബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തണത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല, ചുരുക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, റസൂലിൻ്റെ കൂടെ ആര് നിന്നിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടുണ്ട്. റസൂലിൻ്റെ ഈ ഒരു 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്താണ്. ഈ പ്രസവിക്കുന്ന നേരത്തെ റസൂലിൻ്റെ അടുത്ത് 5 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. 5 സ്ത്രീകൾ, 5 പേരും സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിനെ പ്രസവിക്കുമ്പോൾ റസൂലൊന്നും ആയിട്ടില്ലല്ലോ. 5 സ്ത്രീകൾ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുമ്പോൾ പോറ്റിച്ചയായി, പോറ്റിച്ചി എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, വയറ്റാട്ടി എന്നൊക്കെ പറയും, പ്രസവെടുക്കണ പെണ്ണ്. ഇന്ന് ഹോസ്പിറ്റലാണ്, വീടുകളിലൊക്കെ പ്രസവെടുക്കണ പെണ്ണ്. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഉമ്മയായ ഷിഫ റളിയല്ലാഹു അൻഹയാണ്. ഷിഫ എന്ന് പേര് വരാൻ കാരണം രണാങ്കണങ്ങളിൽ യുദ്ധത്തിൽ മുറിവുകൾ പറ്റിയവരെ ശുശ്രൂഷിക്കുക എന്ന ജോലി പിന്നീട് ചെയ്തതിൻ്റെ, സേവനം ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ 3ാമത്തെ മഹദി
ഒരു കറുത്ത പെണ്ണാണ്, ബറക്കത്തുൽ ഹബിഷിയ റളിയല്ലാഹു അൻഹ. ആ മഹദി ഒരു അടിമപ്പെണ്ണായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, സന്നിധയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ വിവാഹത്തിലുണ്ടായിരുന്നു. ഗർഭം ധരിക്കുമ്പോൾ ആമിന ബീവിയെ നോക്കിയത് ആ ഉമ്മയാണ്. പ്രസവത്തിലുണ്ടായിരുന്നു. ഹബീബിന് 5-6 വയസ്സുള്ള സമയത്ത് ഉമ്മ റസൂലുള്ളാഹിൻ്റെ വാപ്പാൻ്റെ ഖബറുള്ളത് ജന്നത്തുൽ ബഖീലാണ് കേട്ടോ. ഞാൻ ഇന്നലെയാണ് അത് കാണുന്നത്. സത്യം പറഞ്ഞ കുറേ നാളായി അന്വേഷിച്ചടക്കണ്. ഷാമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മദീനത്ത് വെച്ചിട്ട് മരിക്കണത്, വഫാത്താകണത്. അപ്പോൾ ജന്നത്തുൽ ബഖീലാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത്. അപ്പോൾ അവിടെ പോയിട്ട് ബനൂ നജ്ജാർ ഗോത്രക്കാരും വാപ്പാൻ്റെ ഖബറും സന്ദർശിച്ചിട്ട് വരുമ്പോൾ അബവായിൽ വെച്ചിട്ട് ഈ ഉമ്മച്ചി റസൂലിൻ്റെ മകൻ്റെ മടിയിൽ വെച്ച് മരിക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ ബറക്കത്തുൽ ഹബിഷിയാണ്. കൊണ്ടുവന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണത്. അവിടെ നിന്ന് മുതൽ സംരക്ഷിച്ചു കൊണ്ടുവരാണ്. പിന്നുള്ള മഹദി 4-മത്തത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മി ബഅദ ഉമ്മി എന്ന് പറഞ്ഞ ഫാത്തിമ ബിൻത്ത് അസ്ദ് റളിയല്ലാഹു അൻഹയാണ്. പിന്നെ സുവൈബത്തുൽ അസ്ലമിയ കേട്ടിട്ടില്ലേ? സുവൈബത്തുൽ അസ്ലമിയ ആരെങ്കിലും ഒന്ന് പറയൂ, ഉസ്താദന്മാരില്ലാത്ത ആരെങ്കിലും? റസൂലുള്ള ജനിച്ചെന്ന് കേട്ടപ്പോൾ ആ സന്തോഷത്തിൻ്റെ വാർത്ത ഓടിച്ചെന്നിട്ട് ആരോടാണ് പറഞ്ഞത്? അബൂലഹബിനോട്. അപ്പ വിമോചിതയാക്കിയ പെണ്ണാണ് സുവൈബത്തുൽ അസ്ലമിയ. 5 ആളും സ്വർഗത്തിൽ പോയി. എന്താണ് കാരണം? ഒന്നുമില്ല, അവർ സലാത്തും ചൊല്ലിയില്ല, ഒന്നും ചൊല്ലിയില്ല. പ്രസവിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ റസൂലിൻ്റെ മീലാദ് ആഘോഷിച്ച് മൗലിദ് ചൊല്ലി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിന്നാൽ നമ്മളാരും എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, അള്ളാഹിൻ്റെ റസൂലിന് എന്ത് ചെയ്യരുത്, കൈവിടരുത്. നമുക്ക് കിട്ടിയ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ആയുസ് എല്ലാം റസൂലുള്ളാഹി എന്തു പറഞ്ഞോ അത് നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റണം. ഉഹദ് യുദ്ധം നമുക്കൊക്കെ അറിയാം. അതിൽ ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചതാണ്. സഹാബാക്കൾ ഇങ്ങനെ വെട്ടി നുറുക്കി ഇങ്ങനെ ഇട്ടേക്കാണ്, 90-80 കഷ്ണമൊക്കെ ആയിട്ട്. റസൂലുള്ള പറഞ്ഞു, ഒരൊറ്റ പെണ്ണിനെയും ഉഹദിലേക്ക് കടത്തരുതെന്ന്. കാരണം ഒരു പെണ്ണിനും കാണാൻ പറ്റാത്തതാണ്. ആ സമയത്താണ് ഒരു പെണ്ണ് ഓടി വരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅത അൽ മർഅ, ദേ ഒരു പെണ്ണ് വരുന്നു, തടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തൻ്റെ ഉമ്മ സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഹംസ തങ്ങളെ പെങ്ങളാണ്, റസൂലിൻ്റെ അമ്മായിയാണ്. ആങ്ങളനെ വെട്ടി നുറുക്കിട്ടേക്കാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ മരിച്ച വിവരറിഞ്ഞിട്ട് നമ്മുടെ അമ്മായി വരുമ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? തല കറങ്ങി വീണ് അല്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടുവരാ. അപ്പോൾ ഒരു ആങ്ങളെ ഇങ്ങനെ കിടക്കണത് പെങ്ങൾ കാണും. അപ്പോൾ സുബൈർ തങ്ങൾ ഓടിച്ചെന്നിട്ട് ഉമ്മാനെ തടുത്തിട്ട് പറഞ്ഞു, ഉമ്മ കടക്കരുതെന്ന് പറഞ്ഞു. അപ്പം നല്ല ആരോഗ്യമുണ്ടോ, അറ്റിടി നെഞ്ചത്ത് കടിച്ചിട്ട് പറഞ്ഞു, മാറി നിൽക്കടാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി അസമ അലൈക്ക്, ഞാനല്ല ഉമ്മ തടുക്കണത്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടാണെന്ന്. അവിടെ നിന്നു സഫിയ ബീവി, ഒരടി മുന്നോട്ട് വെച്ചില്ല. കരഞ്ഞിട്ട് തൻ്റെ കയ്യിൽ 2 തുണിക്കഷ്ണുണ്ട്, അതെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സുബൈറെ, എൻ്റെ ഹംസ ശുഹദാക്കളിൽപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹംസയെ പിച്ച് ചീന്തിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പെങ്ങളാണ്, എൻ്റെ ആങ്ങളെ കാണാൻ വന്നതാണ്. ഈ തുണി എൻ്റെ ഹംസയുടെ ജനാസ മറമാടാനുള്ള മയ്യത്തിൻ്റെ തുണിയാണ്. ഇതാ സുബൈർ, എൻ്റെ റസൂലിനെ കടക്കരുതെന്ന് പറഞ്ഞ സഫിയ പോകൂല. അതങ്ങോട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതില് നിന്റെ മാമാനെ നീ എന്ത് ചെയ്യണം, പൊതിയണം ട്ടോ. നമ്മുടെ നേതാക്കള്, ഒരു നേതാവ് പറയുമ്പോൾ അനുയായി അവിടെ അനുസരിക്കുകയാണ്. നമ്മുടെ നേതാവ് നമ്മളോടൊരു പദ്ധതി പറയുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യാണ്. ഇതെന്ത് പദ്ധതി, ഇത് നടപ്പിലാക്കാൻ പറ്റുമോ, ഇവർക്ക് എന്താണ് ഒരു ചിന്തയില്ല. എത്ര ദിവസം ആ സാധുക്കൾ ഉറക്കളച്ചിട്ട് പാതിരാരാവിനിരുന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് അനുമതി തന്നിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നല്ല ചെറുപ്രായല്ലേ, ഈ ചെറുപ്രായം നമുക്ക് നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ? അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന 16 വയസ്സുള്ളൊരു മോനെ, വാപ്പില്ല, ഭയങ്കര പൈസക്കാരനാണ്, മക്കയിലാണ്, ഉമ്മണ്ട്, എളാപ്പാണ് നോക്കണത്.
ഇസ്ലാം അങ്ങോട്ട് സ്വീകരിച്ചിട്ട് എളാപ്പാൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ച്. അപ്പൊ പറഞ്ഞ എളാപ്പ പറഞ്ഞു, 2 മാർഗമുണ്ട് നിന്റെ മുമ്പിൽ. ഒന്ന്, നിനക്ക് മക്കയിൽ നിൽക്കാം ഈ ആദർശം അനുസരിച്ചിട്ട്, നിന്റെ എല്ലാം ആദർശവും ഞങ്ങൾ അംഗീകരിക്കാം, നിനക്ക് മുഴുവൻ സമ്പത്തും തരാം, മക്കയിൽ നിൽക്കണം. അല്ലെങ്കിൽ നിനക്ക് മദീനത്ത് പോകാം, പക്ഷെ ഒന്നും നിനക്ക് തരൂലാന്ന്. നീ ഉടുത്ത വസ്ത്രം വരെ ഊരിത്തരേണ്ടി വരും. ഉടനെ പറയാണ്, ഞാൻ മദീനത്ത് പോകാണ്, എനിക്ക് റസൂലിനെ കാണണം, എനിക്ക് ഈ സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. ഉമ്മ തേങ്ങി. അഴിക്കട വസ്ത്രം എന്ന് പറഞ്ഞ എളാപ്പ അഴിച്ചങ്ങ് കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ വകയുള്ളൊരു പുതപ്പ് കൊണ്ട് കൊടുത്തപ്പോൾ ആ പുതപ്പ് 2 കഷ്ണാക്കി കീറിയിട്ട് ഒന്ന് ഉടുത്ത് മറ്റൊന്ന് ശരീരത്തിൽ പുതച്ചിട്ട് 20 ദിവസം രാത്രിയും പകലും നടന്ന് ഒരു ഭക്ഷണം കഴിക്കാതെ വഴിവക്കിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിച്ചിട്ട് 16 വയസ്സുള്ളൊരു മകന് ആ മണരാരുണ്യത്തിലൂടെ ഒറ്റക്ക് മദീനത്തേക്ക് നടന്നിട്ടൊരു പാതിരാ രാവിലെ വന്നപ്പോൾ ഒരു സ്ഥലം കണ്ട് അവിടേക്ക് കയറി കിടന്ന്. മദീനത്തെ പള്ളിയായിരുന്നു. അറിയില്ല പള്ളിയാന്നൊന്നും, റസൂലിനെയും കണ്ടിട്ടില്ല. റസൂലുള്ള സുബഹിക്ക് ഇമാമ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞോൻ ചുരുണ്ടൂടി കിടക്കാണ്. അടുത്ത് എന്നിട്ട് തട്ടിയിട്ട് ചോദിച്ചു, മന്നന്ത മോനെ നീ ആരാന്ന്? അപ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ അബ്ദുൽ-ഉസ്സയാണ്, മക്കത്തുനിന്ന് വരികയാണ്, 20 ദിവസമായി, എനിക്കൊന്നും അവർ തന്നില്ല, ഈ 2 പുതപ്പും കഷ്ണുള്ളൂ, എനിക്ക് റസൂലുള്ളാഹിനൊന്ന് കാണിച്ചു തരുമെന്ന്. അടുത്തിരിക്കുന്നത് റസൂലുള്ളാഹിനെ അറിയില്ല. അപ്പൊ പറഞ്ഞു, മോനെ അന മുഹമ്മദ് റസൂലുള്ള, ഞാനാണ്. കെട്ടിപ്പിടിക്കാൻ ഭാഗ്യം കിട്ടി അബ്ദുൽ-ഉസ്സക്ക്. ഷഹാദത്ത് കലിമ ചൊല്ലി എപ്പോഴും റസൂലിൻ്റെ കൂടെയാണ്. പിന്നീട് അവിടെ നിന്ന് തബൂക്ക് യുദ്ധത്തിൽ പോയി ശുഹദാക്കളിൽ പെട്ടു. ശുഹദാക്കളിൽ പെട്ടിട്ട് ആ മയ്യത്ത് സ്വന്തം കയ്യിൽ ഏറ്റുവാങ്ങി റസൂലുള്ള. ഖബറിൽ ഇറങ്ങിയിട്ട് ആ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹു മിന്നി റാളിനൻ, അല്ലാഹു മിന്നി റാളിനൻ. ഓരോ സഹാബാക്കളും പറയാണ്, ആ കിടക്കുന്നത് ഞങ്ങളായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയെന്ന്. ഈ മോനെ അബ്ദുൽ-ഉസ്സക്ക് അന്ത അബ്ദുള്ള, അബ്ദുള്ള എന്ന പേര് കൊടുത്ത റസൂൽ, ഈ അബ്ദുള്ള എനിക്കിഷ്ടാണ് പടച്ചോനെ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എൻ്റെ പ്രിയരെ, നമ്മളും ഖബറിൽ കിടക്കുമ്പോൾ അങ്ങനെ റസൂലുള്ള ആരെന്ന് ചോദിക്കുമ്പോഴെങ്കിലും ആ മുത്തങ്ങ് ഖബറങ്ങട് പിളർന്നിട്ട് മദീനത്തുനിന്ന് വരണ്ടേ? ചോദിക്കുന്ന മലക്കിന്റെ മൂത്തോക്കിയിട്ട് ഇതെൻ്റെ ഉമ്മത്തിയാന്ന് പറ. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് വിളിക്കുമ്പോൾ വാപ്പില്ല ഉമ്മില്ല, ഒരു ചെറിയ പെങ്ങള് ഭക്ഷണം വാരിക്കൊടുക്കണ്, കുളിപ്പിക്കണ്, നോക്കണ്, എല്ലാം ചെയ്യണത് അനസ് തങ്ങളാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനും ഉണ്ട് ഉഹദിലേക്കെന്ന്. അപ്പൊ പറഞ്ഞു, വേണ്ട അനസെ, വരണ്ട, പെങ്ങള് നീയാണ് നോക്കാനുള്ള, ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം. വീട്ടിലേക്ക് വന്ന് പെങ്ങളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പാട്ടൊക്കെ പാടി സന്തോഷത്തിലിരിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ്, മോൾക്ക് റസൂലിന് ഇഷ്ടമാണോന്ന്. ചെറിയ മോളാണ് കേട്ടോ. ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രായം നോക്ക്. ഉടനെ ആ കുഞ്ഞു പറഞ്ഞു, എനിക്ക് എൻ്റെ റസൂലിന് ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞു, റസൂൽ ഉഹദിൽ പോകാണ്, ഇക്കാക്ക കൂടെ പോട്ടെ, റസൂലിൻ്റെ കൂടെ. അപ്പം ആ മോള് പറഞ്ഞു, ഇക്കാക്ക പൊയ്ക്കോ. അപ്പൊ പറഞ്ഞു, മോള് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയണം, ഒറ്റക്ക് ഭക്ഷണം കഴിക്കും, കുളിക്കും, എല്ലാം ചെയ്യുന്നു, പറയാന്ന് പറഞ്ഞു. നേരെ വന്ന് പറയാണ്. സമ്മതം കിട്ടി, പോകാണ്. യാത്ര പറഞ്ഞ് മുത്തം കൊടുത്ത് സലാം പറയുമ്പോൾ ഒരു മരത്തിന്റെ കഷ്ണത്തിന്റെ മോതിരം കൊണ്ടുവന്ന് ഇക്കാക്കാന്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് മോളങ്ങോട്ട് പറഞ്ഞു വിടാണ്. ഉഹദ് കഴിഞ്ഞ് എല്ലാവരും വരുന്നുണ്ട്, പക്ഷേ അനസ് തങ്ങളെ കാണില്ല. റസൂലുള്ളാഹി ഉഹദിൽ നിന്ന് പോന്ന് ഓടി വന്നിട്ട് ഈ കുഞ്ഞ് ചോദിച്ചു, നബിയെ, എൻ്റെ അനസിനെ കാണുന്നില്ല, എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ അനസിനെ മാത്രം കാണുന്നില്ല. സഹാബാക്കളോട് ചോദിച്ചു, സഹാബ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു, അറിയില്ല നബിയെ, അനസ് എവിടെയെന്ന്. നോക്കാൻ പറഞ്ഞു. ഉഹദ് മുഴുക്കം നോക്കാണ്. റസൂലിന്റെ കൈ പിടിച്ചിട്ട് ഈ കുഞ്ഞുമെത്തി ഉഹദിലേക്ക്. അപ്പോൾ ഒരു പാറക്കഷ്ണത്തിന്റെ കീഴെ 80 കഷ്ണമാക്കിയിട്ട് വെട്ടിയിട്ടൊരു ജനാസ കിടക്കാണ്. ഈ കുഞ്ഞിനെ കൊണ്ടൊന്നും ആർക്കും അറിയണില്ല. ഒരു വിരലിങ്ങോട്ട് എടുത്തിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നബി ഇതെൻ്റെ അനസാന്ന്. താഴിരുന്ന് കരയുമ്പോൾ റസൂൽ റുക്കോയിൽ നിൽക്കുന്നത് പോലെ നിൽക്കാണ്. റസൂലിൻ്റെ കണ്ണീര് വന്ന്
പെട്ടെന്ന് ഈ കുട്ടിയുടെ കയ്യിലേക്ക് ആ കണ്ണീര് വീണപ്പോൾ ഈ കുഞ്ഞ് തിരിഞ്ഞു നോക്കി. അപ്പൊ റസൂല് കരയാണ്. ഒരു ചെറിയ മോള്, 2-3 വയസ്സുള്ള മോള്, ആ രക്തം അങ്ങനെ എന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞുടുപ്പിൽ അങ്ങോട്ട് തേച്ച് മുഴുവൻ തേച്ചിട്ട് റസൂലുള്ളാന്റെ 2 കണ്ണീരും കവിളിൽ നിന്ന് കണ്ണീരിങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ അനസി കിടക്കുന്നതിനേക്കാൾ എനിക്ക് വിഷമം എന്താണെന്നറിയോ? എൻ്റെ റസൂലുള്ളാന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരാണ്. നമുക്കെപ്പോഴെങ്കിലും കണ്ണീര് വന്നിട്ടുണ്ട്? റസൂലുള്ളാന്റെ ഉമ്മത്തിയല്ലേ ഈ കിടന്ന് കാണിക്കുന്നത്? നിസ്കരിക്കാൻ അറിയാത്ത കുറേ എണ്ണം ആരെങ്കിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്? കുറേ എണ്ണം ബിദഅത്തിലേക്ക് പോണില്ല. മോനെ, അതല്ല ഇത് ശരിയെന്ന് പറയാൻ പറ്റിയിട്ടുണ്ട്? എത്ര പാവങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. റസൂലിന്റെ ഉമ്മത്തിയല്ലേ? നാളെ ഈ ഉമ്മത്തി നരകത്തിൽ പോകുമ്പോൾ റസൂൽ അവിടെ നിന്ന് കരയൂലേ? ഈ കുഞ്ഞോള് റസൂലുള്ളാന്റെ കണ്ണീര് തുടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനാണ് മക്കളെ SSF. നമുക്ക് തുടക്കാൻ, നമുക്ക് നല്ലൊരു കണ്ണി തന്നിട്ടുണ്ട്. നിങ്ങൾ അഭിമാനത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിൽ നിന്നോ. ഉറപ്പാണ് സ്വർഗം കിട്ടുന്നത്. വേറൊന്നും വേണ്ട, നമ്മുടെ മുന്നിൽ ഒന്നും വേണ്ട. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു 2 പേരും മുഹദിന്റെ തലേ ദിവസം ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് തങ്ങൾ ചോദിക്കുകയാണ്, സഅദേ, നാളെ നമ്മൾ ഇറങ്ങാണ്, കയ്യിലൊന്നുമില്ല നമ്മുടെ കയ്യിൽ, നമുക്ക് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കല്ലേ? ഭക്ഷണവും ഇല്ല, ആയുധവും ഇല്ല, വാളും ഇല്ല, ഒന്നുമില്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കില്ലേ എന്ന്. അപ്പൊ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞങ്ങൾ ഇറങ്ങാണ്, ഒന്നും കയ്യിലില്ല, നാളെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ എനിക്കൊന്ന് കാണിച്ചു തരണം, അവനെ വധിക്കാനുള്ള ഭാഗ്യം തരണം. ഉടനെ ആമീൻ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ, നാളെ ഞങ്ങൾ ഇറങ്ങാണ്, പട്ടിണിയാണ്, പാവങ്ങളാണ്, കാലിലിടാൻ ചെരുപ്പ് പോലും ഇല്ല. ബിലാല് തങ്ങൾ പറയുന്നുണ്ട്, കാല് പൊട്ടിയിട്ട് രക്തം വന്നിട്ട് ആ രക്തമൊന്ന് തുടക്കാൻ ഒരു തുണിയുടെ കഷ്ണം പോലും ഞങ്ങളുടെ കയ്യിലില്ലെന്നും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. എന്നിട്ട് പറയാണ്, പടച്ചോനെ, നാളെ ഉഹദിക്ക് ഇറങ്ങുമ്പോൾ ഒരു അമ്പിങ്ങട് പാറി വന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിന്റെ കണ്ണി കൊള്ളണം, കണ്ണില്ലാതെ മഹ്ശറയിൽ എനിക്ക് വരാൻ പറ്റണം. അപ്പൊ നീ ചോദിക്കണം, അബ്ദുല്ലാ, നിന്റെ കണ്ണെവിടെയെന്ന്? നിന്റെ ദീനിന് വേണ്ടി കൊടുത്തെന്ന് പറയാൻ പറ്റണം. എൻ്റെ ചെവി മുറിക്കണം, നാക്കു മുറിക്കണം, കൈ മുറിക്കണം, കാല് മുറിക്കണം, എന്നെ ഇഞ്ചിഞ്ചായി വെട്ടി വെട്ടി നുറുക്കണം, കയ്യും കാലും കണ്ണൊന്നുമില്ലാതെ എനിക്ക് നാളെ വരുമ്പോഴും മഹ്ശറയിൽ വെച്ച് നീ ചോദിക്കുമ്പോഴും നിന്റെ ദീനിന് വേണ്ടി കൊടുത്തെന്ന് പറയാൻ പറ്റണം. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പ്രാർത്ഥനയേക്കാൾ എത്ര മികച്ച പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിന്റെ പ്രാർത്ഥന. കാരണം ഉഹദിൽ കയ്യും കാലും കണ്ണും ചെവിയും നാക്കുമൊക്കെ മുറിച്ചെടുത്തിട്ട് ഒരു അമ്പിൽ കുത്തി നിർത്തി അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം. എന്തുണ്ട് കൂട്ടുകാരാ കൊടുക്കാൻ? ബിലാൽ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ തങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഉമർ തങ്ങളെ, എനിക്ക് അല്ലാഹു വലിയൊരു സൗഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ബിലാലെ, കഅബന്റെ മുകളിൽ കയറി നിന്ന് ബാങ്ക് കൊടുക്കാൻ പറ്റിയതാണോ? എല്ലാം ഉമർ തങ്ങളെ. പിന്നെന്താ ബിലാലേന്ന്? അപ്പൊ പറഞ്ഞു, ഉമറങ്ങളെ, ഞാൻ കറുത്തവനല്ലേ, മുടിയൊക്കെ ചുരുണ്ടിട്ടല്ലേ, എൻ്റെ ചുണ്ടൊക്കെ തടിച്ചിട്ടല്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ല ബിലാൽ തങ്ങളെ. ഞാൻ ഖുറൈശികളുടെ അടിമയാണ്, അവർക്ക് പാതിരാത്രി വരെ പാട്ടുപാടി കൊടുക്കും, അവര് മദ്യപിച്ച് നിർത്താടും. എനിക്ക് ക്ഷീണം വരുമ്പോൾ തൊഴുത്തിൽ ചാണകം മാറ്റിയിട്ട് അവിടെ ഞാൻ കിടക്കും, വീണ്ടും അവർ വിളിക്കും, ചെന്നിട്ടില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കും. എന്നെ ആർക്കും ഇഷ്ടമല്ല, എൻ്റെ പെറ്റുമ്മ പോലും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല. ആ ബിലാല് പാതിരാക്കൻ്റെ റസൂലിനെ കാണാൻ പോകാണ്, ഉടുക്കാൻ വസ്ത്രമില്ല, ഒരു ചാക്കിൻ്റെ കഷ്ണം കിട്ടിയിട്ട് ആ ചാക്കിൻ്റെ കഷ്ണം കൊണ്ട് ഞാൻ നഗ്നത മറച്ചിട്ട് ഇരുട്ടിൽ നിന്നിട്ട് വാതിൽ മുട്ടി ഞാൻ. അപ്പൊ ഉള്ളിൽ നിന്ന് ചോദിച്ചു, റസൂലുള്ള ആരാണെന്ന്? അപ്പൊ പറഞ്ഞു, ബിലാലാണെന്ന്. ഇരുളിലേക്ക് മാറി നിന്നു ഞാൻ, വാതിൽ തുറന്നപ്പോൾ എന്നെ കണ്ടില്ല. അപ്പൊ ചോദിച്ചു, ബിലാൽ എവിടെയെന്ന്? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ കറുത്തിട്ടാണ്, കാണാൻ ഒരു രസമില്ല, ഒരു ഭംഗിയുമില്ല, റസൂൽ തന്നെ കണ്ടാൽ തിരിച്ചു വിടും, എനിക്ക് ഈ ആദർശം വേണം. അതുകൊണ്ട് റസൂല് തന്നെ തിരിച്ചു വിടുന്നതിന് മുമ്പ് അതൊന്ന് റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടിട്ട് എനിക്കൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് കാണാതിരിക്കാൻ ഞാൻ ഇരുട്ടത്ത് നിൽക്കാണ്. എനിക്ക് ഉടുക്കാനൊന്നുമില്ല നബിയെ, ഒരു ചാക്കിന്റെ കഷ്ണം കൊണ്ടെടുത്ത് വന്നതാണ് ബിലാല്. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ബിലാൽ തആൽ തആൽ, വായു എൻ്റെ ബിലാലെന്ന്.
ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആ കറുകറുത്ത മുത്ത് കടന്നു വന്നപ്പോൾ വെളുവെളുത്ത ചുകന്ന എൻ്റെ റസൂലുള്ള എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം തന്നു. ഉമർ തങ്ങളെ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അബ്ദുൾ റസാഖ് തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദായിക്ക്, ഒരു ദീനീ പ്രവർത്തകന് നാളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുംബനമുണ്ടെന്ന് അബ്ദുൾ റസാഖ് റളിയല്ലാഹു അൻഹു. വേണ്ടേ ആ ചുംബനം? വേണ്ടേ? നല്ല പ്രവർത്തകരാകാം, പ്രവർത്തിക്ക ദീനിന് വേണ്ടിയിട്ട്. എല്ലാം മാറ്റിവെച്ചിട്ട് ഇതെൻ്റെ റബ്ബിൻ്റെ ദീനാണ് എന്നുള്ള നല്ലുറച്ച വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ബിലാൽ തങ്ങൾ വഫാത്തിൻ്റെ നേരത്ത് വാ ഫർഹ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ, വാ കർബ എൻ്റെ ദുഃഖം എന്ന് പറയും ബിലാൽ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ, പെണ്ണെ നിനക്ക് പ്രാന്തുണ്ടോ? എൻ്റെ റസൂലും സഹാബത്തും എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. നമ്മളെ കൊണ്ടുപോകാനും ഹബീബ് വരണ്ടേ? അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, നേരം വൈകാണ്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട സമയം ഒരുപാട് കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുസ് സമാവാതി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച് നല്ലവരായിട്ട്, നല്ല മുഹിബ്ബീങ്ങളായിട്ട് നമ്മൾ മാറുകയും, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഏറ്റവും സന്തോഷമാണ് ദഅവത്ത് നടത്തൽ. അള്ളാഹുവിൻ്റെ റസൂല് അതിനു വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലേക്ക് വന്നത്. ആ ദഅവത്ത് നടത്തൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചവനെ, ഞങ്ങളോട് ഒരുമിച്ചുകൂടി ഈ നല്ലൊരു ദിവസത്തിൽ നിൻ്റെ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. നീ കബൂലാക്കണേ റഹ്മാനെ. ഇതിൻ്റെ എല്ലാം മിസ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മറപ്പെട്ട ഞങ്ങളുടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, സയ്യദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഈ അടുത്ത് മറപ്പെട്ട ഖുറാത്തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ ഖലീൽ തങ്ങളുപ്പാപ്പയുടെ മകനടക്കമുള്ളവർ, അള്ളാഹു അവരുടെയൊക്കെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ദറജ നീ അധികരിപ്പിക്കണേ അല്ലാ. ശറഫും കറമും നൽകണേ അല്ലാ. ഞങ്ങളുടെ വാപ്പ, ഉമ്മ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ പലവരും മരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഭക്ഷണം തന്ന ആ സുഹൃത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടെന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ദറജ അധികരിപ്പിക്കണേ അല്ലാ. റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ട് ആ ഖബറിനെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അദാബിൻ്റെ മലക്കുകൾ ആ ഖബറിൽ നിന്ന് നീ വിദൂരമാക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൻ്റെ നൂറുകൊണ്ട് ആ ഖബറുകളെ പ്രകാശിപ്പിക്കണേ അല്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ വിശാലത കൊണ്ട് ആ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾ പാവങ്ങളാണ്, നിൻ്റെ അടിമയാണ്. നീയാണ് പറഞ്ഞത്, യബ്ന ആദം മിന്നീലെ മുഹിബുല്ലക്, ആദമിൻ്റെ മക്കളെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. ആ ആദമിൻ്റെ മക്കളാണ്, നിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിയാണ്, നിൻ്റെ അടിമകളാണ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടരുത് റഹ്മാനെ. നീ ഞങ്ങളെ കൈവിടരുത് റഹ്മാനെ. നിൻ്റെ കാവല് നൽകണേ അല്ലാ. നിൻ്റെ സഹായം നൽകണേ അല്ലാ. നിൻ്റെ ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും സക്കീനത്തും നിൻ്റെ മഅ്ഫിറത്തും നിൻ്റെ അഫ്വും നിൻ്റെ ലുത്ഫും നിൻ്റെ റഅഫത്തും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അടച്ചോനെ, നിൻ്റെ ആ റഹ്മത്തിൻ്റെ, നിൻ്റെ സ്നേഹത്തിൻ്റെ, നിൻ്റെ റിളയുടെ നോട്ടം കിട്ടി എല്ലാവരും രക്ഷപ്പെട്ടു പോയി. പാവങ്ങളായ ഞങ്ങൾക്കത് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും നൽകണേ റഹ്മാനെ. പടച്ചോനെ, നീ കണ്ണെന്ന് ചെവി തന്ന് എല്ലാം തന്ന് നീ ഞങ്ങളെ കാത്ത റബ്ബാണ്. നിന്നെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അതിനു വേണ്ട മുഴുവൻ ഇബാദത്തുകളും മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്തും ഹിമ്മത്തും വഖാറും നൽകണേ റഹ്മാനെ. ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചൊരു പൊന്നുമുത്ത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഹബീബ് മനാമിലും യക്കളത്തിലും കാണാനും ബിലാൽ എന്ന കറുത്ത മുത്തിന് കിട്ടിയതുപോലൊരു മുത്തം കിട്ടാനും നീ ഭാഗ്യമേകണേ റഹ്മാനെ. ഭാഗ്യമേകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൽബ് നീ നൂറാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. വറഅ് നൽകണേ അല്ലാ. ഖുശൂ നൽകണേ അല്ലാ. ഖൗഫ് നൽകണേ അല്ലാ.
ഞങ്ങളുടെ ഭാര്യമാർ പാവങ്ങളാണ്, സാലിഹത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുണ്ട്, സാലിഹീങ്ങളാക്കണം. പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന വാപ്പ ഉമ്മമാരുണ്ട്, അവർക്ക് നീ ആഫിയത്തും ഈമാനും നൽകണേ റഹ്മാനെ. കടങ്ങൾ നൽകരുതല്ലാ, സാമ്പത്തിക ഞെരുക്കങ്ങൾ നൽകരുത് തമ്പുരാനെ. രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുത് റഹ്മാനെ. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ ദീനിൻ്റെ ഹാദിമീങ്ങളല്ലേ, നിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്നവരല്ലേ, നീ ശിഫ നൽകണേ അല്ലാ. മാനസികമായോ ശാരീരികമായോ നീ ഞങ്ങളെ തളർത്തരുത് റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കുട്ടികളില്ലാത്തവർക്ക് നല്ല കുട്ടികളെ കൊടുക്കണേ അല്ലാ. പെങ്ങന്മാരൊക്കെ വിവാഹപ്രായത്തിൽ നിൽക്കേണ്ട, ഒരു കടമില്ലാതെ കെട്ടിച്ചു വിടാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. വിവാഹം കഴിക്കാത്തവർക്ക് സാലിഹത്തായ നല്ല ഇണകളെ നീ നൽകണേ റഹ്മാനെ. പഠിക്കണവരുണ്ട്, അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. പടച്ചവനെ അള്ളാഹുവേ, എല്ലാം കഴിഞ്ഞ് മരിക്കുമ്പോൾ ഈമാനോടെ കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ഹൂരിലീങ്ങളെ കണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ മർഹബ പാടുന്ന രൂപത്തിൽ നിസ്കാര മുസല്ലയിൽ സുജൂദിൽ വെച്ചിട്ട് എത്ര ആളുകളാണ് പടച്ചോനെ നിസ്കാരത്തിൽ വെച്ച് മരിക്കണത്. ഞങ്ങൾ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കണത്. ഞങ്ങളുടെ പടച്ചോൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് മരിക്കാൻ, അതല്ലെങ്കിൽ നിന്റെ വിശുദ്ധ കഅബയിൽ ഹിജ്റുൽ ഇസ്മായിലിൽ സ്വർണ്ണപ്പാത്തിക്ക് കീഴെ നിന്ന് ആ കഅബയെ കെട്ടിപ്പിടിച്ചിട്ട് മരിക്കാൻ, അതല്ലെങ്കിൽ ഞങ്ങളുടെ പൊന്നിൻ്റെ ചാര നിന്ന് മരിക്കാൻ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നീ വെറുതെയാക്കരുത് റഹ്മാനെ. ഈ ഇരുത്തം നീ വെറുതെയാക്കരുത് റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ നേതാക്കൾ, പ്രവർത്തകരുണ്ട്, അവർക്ക് നീ ഹൈറ് ചൊരിയണേ അല്ലാ. അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, അവർക്ക് നിന്റെ സഹായം കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ ഒത്തുകൂടിയവരെല്ലാവരും ഈ പ്രസ്ഥാനം വിളിച്ചപ്പോൾ, അതും റസൂലിൻ്റെ പേരിൽ വിളിച്ചപ്പോൾ വന്നവരാണ്. ഹബീബ് സ്നേഹിക്കുന്നവരിൽ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ? ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭാഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ഭാഷയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ചെറിയൊരു ഷുഗറൊക്കെ ഉണ്ട്, 627 ഒരു മാസത്തോളം എനക്കില്ലാതെ കിടന്നിട്ട് ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ദുആ ഉണ്ടെങ്കിൽ എന്തും മാറുമല്ലോ. പിന്നെ നമ്മുടെ വിശ്വാസം